24 വർഷങ്ങൾക്ക് മുൻപ് തിയേറ്ററുകളിൽ നിന്ന് ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ തിരസ്കരിക്കപ്പെട്ടു പോയ, പൂർണ്ണമായിട്ടും അതിനെ നിരാകരിച്ച ഒരു സിനിമ ഇങ്ങനൊരു റീബത്ത് ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അത് ഷൂട്ട് ചെയ്യുമ്പോഴും അതിന് ശേഷവും പ്രതീക്ഷിച്ചില്ല. എന്തൊരു മഹാനുഭാവലും എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് വന്നതിന് കാരണം ലാലാണ്. ലാൽ വന്നില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു പാട്ടിൻ്റെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകത്തില്ലായിരുന്നു. ഞാനിപ്പോഴും ഏറ്റവും അധികം ബഹുമാനിക്കുന്നത് റൈറ്റേഴ്സിനെ തന്നെയാണ്. കാരണം അവരിൽ നിന്നാണ് അത് ക്രിയേറ്റ് ഒരു ക്യാരക്ടർ ഉണ്ടായി വരുന്നത്, ഒരു സിറ്റുവേഷൻ ഉണ്ടായി വരുന്നത് എല്ലാം. ഞാൻ കണ്ടിട്ടുണ്ട് ലോഹിയൊക്കെ എഴുതുമ്പോൾ കടന്നു പോകുന്ന സ്ട്രെയിനുകൾ, സ്ട്രെസ്സുകൾ. കഴിഞ്ഞിട്ടില്ലല്ലോ, ഇതിന് ഇനിയും ഉണ്ടല്ലോ എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു സിനിമയുണ്ടോ? ഉണ്ട്. അത് ദശരഥമാണ്. ആൾക്കാരെ സിനിമ കാണാൻ വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു ടവൽ കൊടുക്കാം, ആകാശത്ത് നിന്ന് എഴുതിയ ഒരു ചെറിയ കർച്ചീഫ് കൊടുക്കാം. അപ്പോൾ അവർ വിചാരിക്കും എന്തിനാ തരുന്നത് വിചാരിക്കും. പക്ഷെ സിനിമ കണ്ടു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് തന്നത് നന്നായില്ലേ. അതിൻ്റെ ഒരു മ്യൂസിക് ഉണ്ട്. ആ മ്യൂസിക്കിൽ എന്തോ ഒരു സംഭവം കൂടെ വരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായി. അപ്പോൾ തൊട്ട് ആൾക്കാരുടെ ഒരു തിയേറ്ററിലൊരു അനക്കം തുടങ്ങിയെന്ന് പറഞ്ഞു. പക്ഷേ ഈ ലാലിൻ്റെ ഷോട്ട് വരുന്നതോടെ തിയേറ്റർ പൊളിഞ്ഞു പോകുന്നു വിചാരിച്ചു. അത്ര ബഹളമായി പോകുന്നു. ദാസനാണോ രജനീകാന്താണോ എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ പെട്ടെന്നാണ് ആരോ പറഞ്ഞത് ലാലുള്ളല്ലോ, ഇപ്പം വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനെന്ന് പറയുന്നത്. ഹലോ, മലയാളത്തിന്റെ ദേവദൂതൻ ആണ് ഇന്ന് എന്റെ കൂടെ ദി അൺസെൻസർഡ് ഷോയിൽ ജോയിൻ ചെയ്യുന്നത്. യെസ്, ലെറ്റ്സ് വെൽക്കം സിബി മലയിൽ സർ. സർ, വെൽക്കം ടു മൈ ഷോ. ഒരുപാട് സന്തോഷം നേരിൽ കാണാൻ സാധിച്ചതും. ഇതുപോലൊരു ഇന്റർവ്യൂ സത്യം പറഞ്ഞാൽ കുറെ കാലമായിട്ടുള്ളൊരു സ്വപ്നമായിരുന്നു. അപ്പോ ദേവദൂതൻ റിലീസ് ചെയ്തു, വമ്പൻ ഹിറ്റായി. ഞാൻ ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ ടിക്കറ്റ് നോക്കിയിട്ട്, അപ്പോൾ കുറെ തിയേറ്റേഴ്സിൽ ആകെ 2 ഷോ ഒക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അവർ ഷോസ് നമ്പർ കൂട്ടുന്നു. എനിക്ക് ടിക്കറ്റ് ആദ്യത്തെ നോക്കിയപ്പോൾ കിട്ടിയില്ല, പിന്നെയാണ് എനിക്ക് കിട്ടിയത്. അത്രയും ഹൗസ്ഫുൾ ആയിട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ ദേവദൂതൻ സക്സസ് ആയിരിക്കുന്ന ഈ ഒരു ടൈമിൽ സാറിന്റെ ലൈഫിൽ നോക്കുകയാണെങ്കിൽ, സാറിന്റെ ജീവിതത്തിൽ ഒരു ദേവദൂതൻ ഉണ്ടെങ്കിൽ അതാരാണ്? ദേവദൂതൻ ഓൾമൈറ്റി ഗോഡാണ്. വലിയൊരു ദേവദൂതനല്ല. സോ അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും എന്നെ നയിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ പിൻപറ്റുന്ന ദൈവമാണ്. അതെ, ഇത് ആദ്യം റിലീസ് ചെയ്ത സമയത്ത് ഇതുപോലെ ഹിറ്റ് ആയില്ല. ആ സമയത്ത് സാർ ഡിപ്രഷനിൽ വരെ പോയി എന്ന് പറയുന്നു. ഇപ്പം വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനത്തെ ഒരു റിലീസ് ഇപ്പൊ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചോദിക്കുകയാണ്. സ്വപ്നത്തിൽ എപ്പോഴെങ്കിലും കണ്ടിരുന്നോ ഇങ്ങനത്തെ ഒരു വിഷ്വല്? ഇല്ല, ഒരിക്കലും ഇല്ല. ഇങ്ങനെ ഒരു റിലീസ് സംഭവിക്കുമെന്നോ, അത് ഞാൻ പറഞ്ഞില്ലേ, അതൊരു 24 വർഷങ്ങൾക്ക് മുൻപ് തിയേറ്ററുകളിൽ നിന്ന് ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ തിരസ്കരിക്കപ്പെട്ടു പോയ, പ്രേക്ഷകർ പൂർണ്ണമായിട്ടും അതിനെ നിരാകരിച്ച ഒരു സിനിമ ഇങ്ങനൊരു റീബത്ത് ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അത് ഷൂട്ട് ചെയ്യുമ്പോഴും അതിന് ശേഷവും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, ഞാൻ ചെയ്തത് ശരിയാണ്. എൻ്റെ ആ ചിന്തകൾ, ഞാൻ മുന്നോട്ട് വെച്ച ആ ഒരു കാഴ്ചകളും കാഴ്ചകളും എല്ലാം അത് ഒരിക്കലും പിന്തള്ളപ്പെടേണ്ടതല്ല, നിരാകരിക്കപ്പെടേണ്ടതല്ല എന്നുള്ള ഉറപ്പെനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അന്നോട്ട് മനസ്സിൽ വിചാരിച്ചു, ഞാനിത് വേറെ ഏതെങ്കിലും ഭാഷയിൽ ഇതേ കഥ ഞാൻ റീമേക്ക് ചെയ്തിട്ട് പ്രൂവ് ചെയ്യും എന്നുള്ള ഒരു ചിന്ത എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂകൾ അത് പറഞ്ഞിട്ടുണ്ട്. അത് ഹിന്ദിയിലാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയിൽ. ഹിന്ദിയിൽ ചെയ്താൽ കുറച്ചും കൂടെ വൈഡ് ഓഡിയൻസിനെ കിട്ടും. കാരണം ഇത് എവിടെയും പറയാവുന്ന, ആർക്കും മനസ്സിലാവുന്ന, ആർക്കും റിലേറ്റ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ ആരെയും കണക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്, ഒരു കഥയാണ്. അത് സ്വീകരിക്കപ്പെടും എന്നുള്ളൊരു ഉറപ്പുണ്ട്. ആ സമയത്ത് പർട്ടിക്കുലറായിട്ടുള്ള ആ പീരീഡിൽ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നറിയത്തില്ല. അങ്ങനെ ഒരു തിരസ്കരണം എന്തുകൊണ്ട് സംഭവിച്ചു എന്നറിയില്ല. പക്ഷേ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടത്. എന്തെങ്കിലും ഇത് എവിടെയെങ്കിലും ഞാനത് വീണ്ടും ചെയ്യും എന്നുള്ളത്. അതുകൊണ്ട് ചെറിയ ശ്രമങ്ങളൊക്കെ നടത്തി. തെലുങ്കിലൊരു ഡിസ്കഷൻ നടന്നിരുന്നു. പക്ഷേ അവരും ആ ഒറിജിനൽ വേർഷനാണ്, അവർക്ക് ആ സിനിമ ഒന്ന് കാണണമെന്ന്. ഇപ്പോൾ ആ ഒറിജിനൽ വേർഷനാണ്, അതാണ് അവർക്കും അത് അതിനകത്ത്. അപ്പം ഇപ്പോഴത്തെ വേർഷൻ കണ്ടാൽ ഇനി ആൾക്കാർ അതിലേക്ക് താല്പര്യം കാണിച്ചേക്കാം എന്നൊരു തോന്നലുണ്ട്. പക്ഷെ ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന് ഒരു തോന്നലുണ്ട് ഇപ്പം. കാരണം അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് അത്രേ ഉള്ളായിരുന്നു എൻ്റെ മലയാളി ഓഡിയൻസിനെ. ഞാൻ ഇത്രയും കാലം, അതിനു മുമ്പുള്ള എൻ്റെ കരിയറിൽ മുഴുവൻ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു പ്രേക്ഷകർ ഒറ്റ നിമിഷം കൊണ്ട് നമ്മളെ സീറോ ആക്കി കളഞ്ഞൊരവസ്ഥ ഉണ്ടല്ലോ. അതാണ് എന്നെ വല്ലാതെ ഡിപ്രഷനായി കളഞ്ഞത്. അതുവരെയുള്ള എൻ്റെ സിനിമകൾക്ക് ഏറ്റവും വലിയ സപ്പോർട്ടും എന്നെ അതെല്ലാം ഹൃദയത്തിൽ കൊണ്ടു നടന്ന ആൾക്കാർ ഇപ്പോൾ ഇക്കാലം അത്രയും വരെ ആ സിനിമകളൊക്കെ കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷേ ഇതിന് സംഭവിച്ച ആ ഒരു ഫെയിലറാണ്
ഇങ്ങനെയുള്ളൊരു എൻ്റെ സ്വന്തം എന്നെ ഇഷ്ടപ്പെടുന്ന ഈ പ്രേക്ഷകർ തന്നെ എന്നെ തള്ളിക്കളയുമ്പോഴാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അത് വേദനിപ്പിച്ചത്. ഇപ്പൊ ഒരു സിനിമ നമ്മൾ വിചാരിക്കുന്ന പോലെ വിജയത്തിൽ എത്തിയില്ല എന്നൊരു അവസ്ഥ വരുമ്പം ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു വിഷമം തോന്നുന്നത് അതിന്റെ ഒരു ബോക്സ് ഓഫീസ് ഹിറ്റ് എന്നുള്ളതാണോ, അതോ നമ്മുടെ കണക്ക് കൂട്ടലുകൾ എവിടേക്കോ തെറ്റിപ്പോയി എന്നുള്ളതാണ്? ഏതാണ് സാറിന് ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു ഘടകം? ഇല്ല, കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി എന്നുള്ളത് എനിക്ക് അപ്പോഴും ഇല്ല, ഇപ്പോഴും ഇല്ല വിശ്വാസം. അതാണല്ലോ ഇപ്പോൾ പ്രൂവ് ചെയ്യപ്പെട്ടത്. അതെ. പിന്നെ അതിനകത്ത് നമ്മളുടെ ചില മറ്റേ ഒരു ബാഹ്യമായ ചില പ്രഷേഴ്സ് കൊണ്ട് ചില കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടി വന്നു. മോഹൻലാലിനെ പോലെ ഒരു സൂപ്പർ താരം അതിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യത്തെ ചിന്തകളൊന്നും ലാലില്ലല്ലോ. ലാലില്ലാത്ത പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാൻ വേണ്ടുന്ന സിനിമയായിരുന്നല്ലോ. അതെ. ലാല് വന്നതോടുകൂടി ചില എന്താണ് അതിൻ്റെ ഒരു ഒരു സ്റ്റാർഡത്തെ കേറ്റർ ചെയ്യുന്ന ചില കാര്യങ്ങൾ കൂടെ അതിനകത്ത് വേണമെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചതാക്കാം. അതെ. നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറേ ആക്ഷൻ സീൻസും അല്ലെങ്കിൽ കുറേ ഹ്യൂമറൊക്കെ ചേർത്തു. അത് ആ കഥ പറയാൻ ആവശ്യമില്ലാത്തതായിരുന്നു. അത് മാറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് അത് അതിൻ്റെ ഏറ്റവും പ്യുവറസ്റ്റ് ഫോമിലേക്ക് അവരിലേക്ക് എത്തിയത്. പിന്നെ ആ ഒരു സിനിമയുടെ പാട്ടുകൾ എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു മാജിക്കൽ വേൾഡിൽ പോകും എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പൊ ആ കാലഘട്ടത്തെ ആളുകളുടെ കിളി പോയി എന്നൊക്കെ നമ്മൾ പറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ തിയേറ്ററിൽ. ഇപ്പൊ കൂടി ഞാൻ തിയേറ്ററിൽ പോയി ആ പാട്ട് കേൾക്കാനായിട്ട് മാത്രം വന്ന ആളുകളുണ്ട്. ഈവൻ ആ സിനിമ കഴിഞ്ഞു പേരുകൾ എഴുതി പോകുന്ന സമയത്തും പാട്ട് തീരണ വരെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ പാട്ടുകൾ ഉണ്ടായതിനെ പറ്റിയോ അല്ലെങ്കിൽ അത് ആദ്യമായിട്ട് സാറ് കേട്ടൊരു മൊമെന്റോ ഏതെങ്കിലും ഒരു മെമ്മറി ഷെയർ ചെയ്യാമോ? ഒരുപാട് മെമ്മറികളുണ്ട്. ഈ പറയുന്ന പോലെ ഈ തിയേറ്ററിൽ എല്ലായിടത്തും എനിക്കൊന്ന് മനുഷ്യൻ്റെ മനസ്സ് വർക്ക് ചെയ്യുന്നത് ഒരു യുണീക്കായിട്ടാണ്. എല്ലായിടത്തും ഒരു 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 എന്താണ് ഒരു മാസ് സൈക്കോളജി എന്ന് പറയുന്നത് ഓരോ സിനിമയ്ക്കും നമ്മൾ പണ്ട് കാലം തൊട്ട് റിലീസ് ചെയ്യുമ്പോൾ എവിടെ കയ്യടി വരും, എവിടെ കൂക്കൽ വരും എന്ന് നമുക്കറിയാൻ പറ്റും. അത് കേരളത്തിൽ മൊത്തത്തിൽ ഒരേ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഈ സിനിമയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഈ പറയുന്ന പോലെ എന്തോരോ മഹാനുഭാവിൽ തുടങ്ങുമ്പോൾ തൊട്ട് കയ്യടിയാണ്. പടം എൻഡ് ചെയ്യുമ്പോൾ വീണ്ടും അത് വരുന്നതോടുകൂടി ആൾക്കാർ എഴുന്നേൽക്കുന്നേ ഇല്ല. എഴുന്നേൽക്കാതിരുന്നത് മുഴുവൻ സിനിമ കണ്ടിട്ടാണ് പാട്ട് തീർന്നിട്ടാണ് എണീക്കുന്നത്. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഞാൻ പല തിയേറ്ററുകളിലും പോയപ്പോഴും ഒക്കെ അത് തന്നെയാണ്. അപ്പോൾ അത് അന്നത്തെ കാലത്ത് അവരെന്തുകൊണ്ട് അത് ഉൾക്കൊണ്ടില്ല ഈ മ്യൂസിക്കിനെ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു കിളി പോയ അവസ്ഥയിലായിപ്പോയി ആൾക്കാർ. കാരണം ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ വന്നിട്ട് ഇതിനെപ്പറ്റി ഭയങ്കര നെഗറ്റീവ്. അന്ന് ഈ മറ്റേ റിവ്യൂവേഴ്സൊന്നും ഇല്ല. തിയേറ്ററോ അതൊക്കെ വന്ന് മയക്കി പിടിച്ചിരിക്കുന്ന ആൾക്കാരൊന്നും ഇല്ല. മൗത്ത് പബ്ലിസിറ്റി തന്നെ, ഒരു മൗത്ത് ടു മൗത്ത് ഒരു മെസ്സേജ് പോയതാണിത്, കൊള്ളില്ല എന്നാണ്. അതുകൊണ്ട് കാണാൻ ആഗ്രഹിച്ചവരും കാണാതെ പോയി. അവരൊക്കെ വീണ്ടും ഇന്ന് കാണുന്നു. അതിനകത്ത് ഈ പാട്ടിൻ്റെ ഒരു മെമ്മറീസ് എന്ന് പറയുന്നത് എന്തൊരു മഹാനുഭാവലും എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് വന്നതിന് കാരണം ലാലാണ്. ലാൽ വന്നില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു പാട്ടിൻ്റെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകത്തില്ലായിരുന്നു. കാരണം അതിനു മുമ്പത്തെ വേർഷനിലൊന്നും അങ്ങനെ ഒരു മ്യൂസിക് ലെജൻഡ് എന്ന് പറയുന്നൊരു ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നില്ലല്ലോ. ആദ്യത്തെ വേർഷനിലൊരു 7 വയസ്സുകാരൻ കുട്ടിയാണ്. രണ്ടാമത്തെ വേർഷനിലൊരു ക്യാമ്പസ് സ്റ്റുഡൻസ് ആണ്. ഇവരാരും അങ്ങനെ ഒരു ഹൈപ്പുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരല്ലല്ലോ. മ്യൂസിക്കലായിട്ട് എന്തെങ്കിലും പശ്ചാത്തലമുള്ളവരുമല്ല. ലാല് വന്നതോടുകൂടിയാണ് നമ്മൾ അങ്ങനെ ഒരു തോട്ടിലേക്ക് പോയത്. ഇയാൾ അങ്ങനെ ഒരു ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രശസ്തനായ സംഗീതജ്ഞനാണെന്നും, അപ്പോൾ അയാൾക്കൊരു അന്തർദേശീയമായ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നു, അത് സ്വീകരിക്കാൻ പോകുന്നതിനെക്കുറിച്ചുള്ളൊരു അങ്ങനെയാണ് സിനിമ തുടങ്ങുന്നത്. അപ്പോൾ അതിലേക്ക് പ്രേക്ഷകരെ വിശ്വസിപ്പിക്കാൻ ഇയാൾ ആ ലെവലിലുള്ള ഒരു മ്യൂസിഷ്യനാണെന്ന് പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ആദ്യം തന്നെ നമ്മളത് കടത്തിവിടാനായിട്ട് ആണ് ഈ ഒരു എന്തൊരു മഹാനുഭാവലു എന്ന് പറയുന്ന ആ ഒരു സിംഫണി ക്രിയേറ്റ് ചെയ്തത്. അതിൻ്റെ തീരുമാനം രഘുനാഥ് പലേരി ആദ്യം സജസ്റ്റ് ചെയ്തത് ക്ഷീരസാഗര എന്ന് പറയുന്ന കീർത്തനമാണ്. പക്ഷേ വിദ്യാസാഗറാണ് പറയുന്നത് എന്തൊരു മഹാനുഭാവലു തന്നെ വേണം. അത് എല്ലാ മഹാന്മാരും നമുക്ക് ഇയാളെ അല്ലെങ്കിൽ ഇയാൾക്ക് മുൻപ് ജനിച്ച എല്ലാ മഹാന്മാരെയും നമ്മൾ ആദരിക്കുന്ന ഒരു കീർത്തനമായിട്ട് അത് വരണം എന്നുള്ളതാണ്. അതാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയമെടുത്തത്. ഞാൻ അതിൻ്റെ കൂടെ കമ്പോസിങ്ങിനൊന്നും നമുക്ക് ഇരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇറ്റ് ഈസ് ഓൾറെഡി ദെയർ. ആ കീർത്തനം അവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു വെസ്റ്റേൺ ഒരു ഫ്യൂഷൻ മോഡിലേക്ക് അതിനെ കൊണ്ടുവരിക എന്നുള്ളത് ഇൻ്റർനാഷണൽ ഓഡിയൻസിനെ അല്ലെങ്കിൽ കേൾവിക്കാരെ കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന അവർക്കൂടെ കിട്ടുന്ന ആ ഒരു മ്യൂസിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിൽ അതിനെ കൊണ്ടുവന്നത് വിദ്യാസാഗറാണ്. അതിനുവേണ്ടി അദ്ദേഹം ഒരു മാസത്തോളം അതിൻ്റെ നൊട്ടേഷൻസ് ചെയ്യാൻ മാത്രം എടുത്തു എന്നുള്ളതാണ് പറയുന്നത്. പേഴ്സണലായിട്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ ഇരുന്ന് ചെയ്തതാണ്.
എന്നെ അത്ഭുതപ്പെടുത്തിയത് വിദ്യാസാഗർ ഇവിടെ പാട്ട് കമ്പോസ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ഇത് കമ്പോസ് ചെയ്യാൻ കൂടി ഇരുന്നില്ല, ഞങ്ങളാരും ഇരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ അല്ലാതെ മറ്റ് പാട്ടുകൾ കമ്പോസ് ചെയ്യാൻ ഇവിടെ വന്നപ്പോൾ അദ്ദേഹം വന്ന ദിവസം രാവിലെ ഇവിടെ എറണാകുളത്താണ്, ഞങ്ങളിവിടെ ഒരു വീടെടുത്തിട്ട് അവിടെ ഇരുന്നാണ് ഞാനും രഘുവും എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ വിദ്യാസാഗർ രാവിലെ ഇവിടെ എത്തി. അദ്ദേഹം കമ്പോസ് ചെയ്യാനിരിക്കുന്നതിന് മുമ്പ് ഞാൻ അതിൻ്റെ അദ്ദേഹം അറിയാം കഥ, എങ്കിൽ പോലും പർട്ടിക്കുലർ സിറ്റുവേഷൻ ഒന്നുകൂടി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തിട്ട് അന്ന് എനിക്കൊരു യാത്രയുണ്ടായിരുന്നു ബോംബെക്ക്. ഇതിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് രേഖ എന്ന് പറയുന്ന ഹിന്ദി ആക്ട്രസ്സായിട്ടുള്ളൊരു മീറ്റിംഗ് ഒന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിന് പോകാനായിട്ട് ഈ ഒരു അരമണിക്കൂർ ഞങ്ങൾ ഇരുന്നൊന്ന് ബ്രീഫ് ചെയ്ത ശേഷം ഞാൻ യാത്രയ്ക്കായിട്ടുള്ള ഒരുക്കങ്ങളിലേക്ക് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കമ്പോസ് ചെയ്തോളൂ, നാളെ വരുമ്പോഴത്തേക്ക് ഞാൻ കേൾക്കാം. പക്ഷെ ഞാൻ പോയി റെഡിയായി പോകാനായിട്ട് താഴേക്ക് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, CBG 1 മിനിറ്റ്, ഒരു മ്യൂസിക്, ഒരു ട്യൂണായിട്ടുണ്ടെന്ന് കേട്ടിട്ട് പോയിക്കൊള്ളാം. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ആദ്യം അദ്ദേഹം എനിക്ക് പാടി തന്നതാണ് കരളെ നിൻ കൈ പിടിച്ച, അരമണിക്കൂർ കൊണ്ട്. അപ്പം കൈതപ്പുറം പറഞ്ഞു, ഞാൻ 4 വരി എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു എൻ്റെ പല്ലവി. അപ്പോൾ അതും കൂടെ ചേർത്ത് പാടി കേൾപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ ഇവിടെ ഇരുന്ന് ചെയ്തോളൂ, ഞാൻ പോയിട്ട് വരട്ടെ എന്നാണ്. അങ്ങനെ അരമണിക്കൂർ കൊണ്ട് ഉണ്ടായതാണ് കരളെ നിൻ കൈ പിടിച്ചാൽ. അതാണ് ആ പടത്തിൻ്റെ ഏറ്റവും കോറെന്ന് പറയുന്നത്. ഇപ്പോൾ എന്തൊരു മഹാനുഭാവലിന് വേറെ ലെവലാണെങ്കിൽ ഈ കഥയിലെ ആ പ്രണയത്തിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ഒരു അവസ്ഥയിലേക്ക് അവിടെ എത്തുന്നത് കരളെ നിൻ കൈ പിടിച്ചാലാണ്. അത് 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 ഈ വളരെ ചുരുങ്ങിയ സമയത്ത് അദ്ദേഹം ചെയ്തു. പൂവേ പൂവേ പാട്ട് ഞാൻ ഇതിനു മുമ്പ് സമരൻ ബദ്രഹം തമിഴിൽ ചെയ്യാനായിട്ട് ഉള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി കമ്പോസ് ചെയ്തതാണ് ആ പാട്ട്. ആ പടത്തിൻ്റെ പേര് നൻപ നൻപ എന്നായിരുന്നു. അപ്പോൾ പൂവേ പൂവേന് പകരം അതിനകത്ത് നൻപ നൻപ എന്നായിരുന്നു ആദ്യത്തെ വാക്കുകൾ. വൈരമുത്തുമാണ് അത് എഴുതിയത്. അത് റെക്കോർഡ് ചെയ്തതാണ് സോങ്. അത് കുറച്ച് പോർഷൻസ് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. മഞ്ജു വാര്യറും പ്രഭുവുമായിട്ട് ഒരു ദിവസത്തെ ഷൂട്ടൊക്കെ നടത്തി. അങ്ങനെ അതിനു വേണ്ടി അപ്പം ഞാനത് ആ പാട്ട് എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ട് ഞാൻ വിദ്യാസാഗറിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കിത് ആ പാട്ട് ഇതിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലേക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് പൂവേ പൂവയിലേക്ക് വന്നത്. എൻ ജീവനെ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് മാത്രം ഇരുന്ന് കമ്പോസ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ എന്താണ് അതൊന്നും വിദ്യാസാഗർ അധികം സമയം എടുത്ത് കമ്പോസ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ വെരി ഫസ്റ്റ് ട്യൂൺ തന്നെയായിരിക്കും എപ്പോഴും നമുക്ക് ഓക്കെ ചെയ്യാൻ കഴിയുന്നത്. രണ്ടാമത് ഒന്നും കൂടെ വേണമെന്നൊക്കെ നമ്മൾ പറയേണ്ടി വരുന്ന അപൂർവമായിട്ടാണ്. ഒന്നുകൂടെ ട്രൈ ചെയ്യാം, 1-2 ട്യൂണൂടെ ട്രൈ ചെയ്യാം എന്നൊക്കെ പറയുന്നത് അപൂർവമാണ്. ഫസ്റ്റ് അദ്ദേഹത്തിൽ നിന്നും വരുന്നതായിരിക്കും ഏറ്റവും ആപ്റ്റായിട്ടുള്ള സിറ്റുവേഷനും ഏറ്റവും ബെസ്റ്റ് ട്യൂണും അതായിരിക്കും. അങ്ങനെയാണ് ഇതുവരെയുള്ള എക്സ്പീരിയൻസ്. കാരണം അദ്ദേഹം ഒന്നിച്ച് 4-5 പടങ്ങൾ ചെയ്തൊരു എക്സ്പീരിയൻസിലെ അങ്ങനെയാണ്. ഇപ്പോ ലാലേട്ടനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ദേവദൂതനിൽ ഒരു മ്യൂസീഷ്യനായിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ഇയാളെ മ്യൂസീഷ്യനോ നമുക്ക് ഒരു ഡൗട്ട് തോന്നാതെ വളരെ നാച്ചുറൽ ആയിട്ട് നിൽക്കുന്നു. ഇപ്പം സാറിന്റെ സിനിമയിൽ ഒരു ഡാൻസറായിട്ട് നമ്മൾ ലാലേട്ടനെ കാണുന്നു. അപ്പം നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്നതും ഇത്രയും അത്ഭുതപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ ഒരു ഷൂട്ടിന്റെ സമയത്ത് സാറിനെ ഇതേപോലെ അത്ഭുതപ്പെടുത്തിയ ഒരു ആക്ടർ തന്നെയാണോ ലാൽ എന്ന് പറയുന്നത്? ലാൽ എപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അഭിനയത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അദ്ദേഹം എല്ലാത്തിനകത്തും അദ്ദേഹത്തിന് ഒരു വഴക്കമുണ്ട്. എന്ത് ചെയ്താലും, സംസാരിക്കുന്നിടത്താണെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ തമാശ പറയുന്നത്, ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബെസ്റ്റ് ഹാൻഡ് റൈറ്റിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ. 2 കൈ കൊണ്ട് ഒരേ വടിവോടെ എഴുതുന്ന ആളാണ്. നല്ല ഭംഗിയുള്ള. അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തും. നമുക്ക് ആ പ്ലേറ്റ് കഴുകേണ്ടി വരത്തില്ല. ഞങ്ങളെപ്പോഴും പറയില്ല, ആര് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്ലേറ്റ് കഴുകേണ്ട ആവശ്യമില്ല. അത്ര വൃത്തിയായിട്ട് കഴിക്കുന്നത് എല്ലാം എല്ലാ കാര്യങ്ങളും ആ ഒരു പെർഫെക്ഷനുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ അപൂർവം ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ളൂ. എല്ലാ കാര്യങ്ങളെയും ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യണമെന്ന് ഉള്ളൊരു വാശിയും നിർബന്ധമുള്ള ആളാണ്. അതിന് വേണ്ടിയിട്ട് വലിയ എഫേർട്ടൊന്നും എടുക്കത്തില്ല, പക്ഷേ ചെയ്യുന്നത് കൃത്യമായിരിക്കും. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ആൾക്കാരോട് ഇടപെടുന്ന, പെരുമാറുന്ന എല്ലാത്തിനകത്തും ആ ഒരു അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു നിലപാട് എപ്പോഴും വളരെ ഫ്രണ്ട്ലി ആയിട്ട്, വളരെ സ്നേഹത്തോടെ. അദ്ദേഹത്തെ പ്രൊവോക്ക് ചെയ്താലും അദ്ദേഹം തിരിച്ച് പ്രൊവോക്ഡ് ആകാറില്ല. അവരോടൊക്കെ ഒരു കമ്പാഷനോടുകൂടി പെരുമാറുന്ന ആളാണ്. അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. അത് അപൂർവമാണ്. കാരണം പ്രത്യേകിച്ച് ഇത്തരം സ്റ്റേച്ചറിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് അഹങ്കരിക്കാനും അഹംഭാവം കാണിക്കാനും ഒക്കെയുള്ള സ്പേസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പെരുമാറുന്ന ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം. പക്ഷെ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരിക്കലും ഒരാളോടും അപൂർവമായ ചില സന്ദർഭങ്ങളിൽ മാത്രം അദ്ദേഹം ഒന്ന് കയർക്കുന്നതോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നതോ കണ്ടിട്ടുണ്ട്. അത് പലപ്പോഴും
ക്രൗഡിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള ചില ഇൻസൾട്ട് അദ്ദേഹത്തിനുണ്ടാകുന്നതല്ല, കൂടെ അഭിനയിക്കും. നസീർ സാറിൻ്റെ അടുത്ത് ആരോ മോശം അദ്ദേഹം ഒന്നിച്ച് അഭിനയിക്കുമ്പോഴത്തേക്ക് കുറച്ച് ഒരാൾ എന്തോ വളരെ ഒരു അസഭ്യമായ വാക്ക് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ആ ക്രൗഡിൻ്റെ ഇടയിലേക്ക് ഒന്ന് ആ പറഞ്ഞ ആളുകൾ പൊക്കിയെടുക്കുകയും ചെയ്തു, ഒരു വലിയ ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന്. അപ്പോൾ അത് നസീർ സാർ എന്ന് പറയുന്ന ഒരാൾ ചെയ്ത ഒരു, അല്ല പുള്ളി ആരെങ്കിലും പറഞ്ഞാൽ പുള്ളി ഒന്നും ശ്രദ്ധിക്കാറില്ല, അത് മൈൻഡ് ചെയ്യാറില്ല. ഇത്തരം കാര്യങ്ങൾ ഉണ്ട്. കൂടെ നിൽക്കുന്നവരെല്ലാം വലിയ കൺസേൺ ആണ്, കൂടെ അഭിനയിക്കുന്നവരെ ആണെങ്കിലും ടെക്നീഷ്യന്മാരാണ്, അവരുടെ എല്ലാം ഇപ്പം ഒരു 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 വളരെ എന്താണ് റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ആദ്യം കെയർ ചെയ്യുക എല്ലാവരും, പ്രത്യേകിച്ചും ഫീമെയിൽ ആർട്ടിസ്റ്റുകളൊക്കെ സേഫായിട്ട് അവിടെ നിന്ന് യാത്ര ആയി കഴിഞ്ഞാൽ അദ്ദേഹം പോകത്തുള്ളൂ. അങ്ങനെയൊക്കെ ഭയങ്കര ഒരു കൺസേൺ ഉള്ള ഒരാളാണ് ഒരു വ്യക്തി എന്ന നിലയിൽ. ആക്ടർ എന്ന നിലയിൽ ഞാൻ പറയേണ്ട കാര്യമില്ല, കാരണം എല്ലാവരും ഞാൻ പറഞ്ഞറിയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. അതെ. ഇപ്പൊ കമലദളം സിനിമയുടെ ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇപ്പം ലാലേട്ടൻ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പൊ ശരിക്കും ആ ഒരു ക്യാരക്ടർ ആകാൻ വേണ്ടിയിട്ടുള്ള ഹോംവർക്കോ അങ്ങനെയൊക്കെ സാറ് കണ്ടിട്ടുണ്ടോ? ഈ കമലതളത്തിലേക്ക് അദ്ദേഹം അഭിനയിക്കാൻ വരുന്ന അന്ന് രാവിലെയാണ് അദ്ദേഹം കഥ കേൾക്കുന്നത്. അതിനു മുമ്പ് എന്താണ് കഥയെന്നൊന്നും ചോദിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ തന്നെ പ്രൊഡക്ഷനാണ്. പിന്നെ ഞാനും ലോഹിതദാസും കൂടെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 3ാമത്തെ പടമാണ് അതെ. ചെയ്യുന്നത്. അതിനു മുമ്പ് കിരീടവും ദശരഥവും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തതാണ്. അപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട്. കിരീടത്തിൻ്റെ കഥ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞു. കാരണം അദ്ദേഹം ലോഹിയുമായിട്ട് മുമ്പ് വർക്ക് ചെയ്തിട്ടില്ല. ലോഹി അങ്ങനെ ഇത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു റൈറ്റർ ആയിട്ടില്ല. തനിയാവർത്തനമൊക്കെ ചെയ്തെങ്കിൽ പോലും ലോഹി അദ്ദേഹമായിട്ടൊരു ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായിട്ടില്ല, നേരിൽ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ ഈ കഥ പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അത് പൂർണ്ണമായിട്ടും അതിൻ്റെ ഒരു നറേഷൻ കൊടുത്തിരുന്നു. എഴുതി വായിക്കുകയായിരുന്നു, അന്ന് എഴുതിയിട്ടില്ല. പക്ഷേ അതിൻ്റെ ടോട്ടൽ ഒരു മണിക്കൂറോളം നീണ്ട ഒരു നറേഷൻ കൊടുത്തിരുന്നു. അപ്പോൾ ആദ്യം അദ്ദേഹം വളരെ റിലാക്സ്ഡ് ആയിട്ട് ആ കഥ പറയൂ, കാരണം പുതിയൊരാൾ റൈറ്റർ എന്നൊക്കെയുള്ള രീതിയിൽ ഇരുന്നെങ്കിൽ പോലും, കാരണം അറിയില്ല ആരാ ഇത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ് പ്രൊഡ്യൂസറിൻ്റെ കിരീടമുണ്ണിയൊക്കെ. അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ചെയ്യുന്നൊരു സിനിമ എന്നൊക്കെയാണ് വിചാരിച്ചത്. അപ്പോൾ എന്തെങ്കിലും അവർ അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ പേരിൽ ഒരു സിനിമ ഉണ്ടാകുന്നു എന്നൊക്കെയാണല്ലോ. പക്ഷെ കഥ കേട്ട് തുടങ്ങിയപ്പോൾ ആ റിലാക്സ്ഡ് പൊസിഷനിൽ നിന്ന് അദ്ദേഹം പതുക്കെ എഡ്ജ് ഓഫ് ദ സീറ്റായി ഇരുന്നു. അപ്പോൾ തന്നെ കഥ പറഞ്ഞു തീർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് എത്രയും വേഗം ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റിൻ്റെ അടുത്ത പ്രോജക്റ്റായിട്ട് നമ്മളിത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ബ്രീഫിംഗ് മാത്രമേ ഞങ്ങൾ ഒരു സ്റ്റോറി നറേഷൻ വേണ്ടി വന്നിട്ടുള്ളൂ. പിന്നീട് ഒരു സിനിമയ്ക്കും അങ്ങനെ എന്താണ് ഒരു ഔട്ട്ലൈൻ ഒക്കെ ചിലപ്പോൾ പറയുക. ദശരഥത്തിൻ്റെ ഒരു കഥയിലൊരു സിറ്റുവേഷൻ ഉണ്ടായതെന്ന് വെച്ചാൽ, ഒരേ കഥ അല്ല, ആ പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ട് 2 കഥ പറഞ്ഞു. നമ്മുടെ 2 കഥ ഉണ്ടായിരുന്നു, 2 കഥയും പറഞ്ഞു. അപ്പോൾ പ്രൊഡ്യൂസർക്ക് 2ഉം ഇഷ്ടമായി. അപ്പം നമുക്ക് ഒന്ന് തീരുമാനിച്ചാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും പ്രൊഡ്യൂസർ പറഞ്ഞു, അങ്ങനെയാണ് ലാലിന് ഏതാ ഇഷ്ടമെന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ 2 കഥയും ലാലിൻ്റെ അടുത്ത് പോയി പറയുന്നു. ഒന്ന് ഈ സേനാസുദ്ദളയ്ക്ക് വേണ്ടി ഉള്ള കഥയും ഒന്ന് ദശരഥത്തിൻ്റെ കഥയാണ്. അപ്പോൾ ലാൽ പറഞ്ഞു, 2ഉം നല്ലതാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇതാണ് എല്ലാവരും 2ഉം നല്ലതെന്ന് പറയുന്നത്, പക്ഷേ ഏതാണ് ഇപ്പോൾ വേണ്ടത് ചെയ്യേണ്ടത്. അപ്പോൾ ലാൽ പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് തുടങ്ങണം, അതുകൊണ്ട് ഏതാണ് എളുപ്പത്തിൽ എഴുതാൻ കഴിയുന്നത് അത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ലോഹി പറഞ്ഞു, എനിക്ക് എളുപ്പത്തിൽ എഴുതാൻ കഴിയുന്നത് സറോഗസിയാണ്, മറ്റത് രാജകൊട്ടാരവും അതിൻ്റെ പശ്ചാത്തലമൊക്കെ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് പഠിക്കണം. ഇതാണ് എനിക്ക് എളുപ്പമാണ്, കാരണം ഞാൻ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്ത ഒരാളെന്നല്ല എനിക്കതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാമെന്ന്. എന്നാൽ പിന്നെ അത് ചെയ്യുമെന്ന് പറയുകയാണ്. അങ്ങനെ ചെയ്ത് ഈ 2 ഘട്ടങ്ങളെ ഒരു കഥ പറയേണ്ട, രണ്ടാമത്തത് ഇങ്ങനൊരു ആവശ്യത്തിന് വേണ്ടി പറഞ്ഞതാണ്. ബാക്കി ഒരു സിനിമയുടെയും കഥ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ഒരു സ്റ്റോറി നറേഷൻ്റെ ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ കമലദളത്തിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ അദ്ദേഹം രാവിലെ ലൊക്കേഷനിൽ എത്തുന്നു. വന്ന ഉടനെ ഞങ്ങളുടെ മുറിയിലേക്ക് വന്നു, എന്താണ് കഥ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കഥയുടെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു. അദ്ദേഹം ആദ്യം പറഞ്ഞു, അയ്യോ ഡാൻസ് ചെയ്യണോ, ക്ലാസിക്കൽ ഡാൻസ് ഞാൻ ചെയ്യണോ എന്ന് ചോദിച്ചു. അപ്പം നമ്മൾ പറഞ്ഞു, വേണം. അയ്യോ നമ്മളത്രയും, ഇയാൾ ഡാൻസ് മാസ്റ്ററാണ്, പഠിപ്പിക്കുന്ന ആളാണ്, ഇയാളതിൽ ഭയങ്കര വിദഗ്ധനാണെന്നൊക്കെയല്ലേ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്, അപ്പോൾ അതുപോലെ ചെയ്യണ്ടേ, അല്ലെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞു, അത് ചെയ്യാൻ നമുക്ക് സിനിമയല്ലേ, നമുക്കത് മേക്ക് ബിലീഫ് ആണല്ലോ, നമുക്ക് ചെയ്യാം. ഇല്ലല്ല, എന്നാലും നമ്മളത് പെർഫെക്ഷൻ വേണമല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, ഞാൻ നട്ടുവൻ പരമശിവം അദ്ദേഹത്തെ വിളിപ്പിക്കും, അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട്, ഞാൻ വിളിക്കാം, അദ്ദേഹം വരുമെങ്കിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് കുറച്ച് ട്രെയിനിങ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വന്നു. ഞങ്ങളെല്ലാവരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, ഷൊർണൂർ. അപ്പം രാവിലെ ഒരു 4 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഉണരുന്നത് നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ ഭയങ്കര സൗണ്ട് കേട്ടിട്ടാണ്. നോക്കുമ്പോൾ ഇദ്ദേഹം പഠിക്കുക രാവിലെ 4 മണിക്ക് എണീറ്റിട്ട്. നട്ടുവൻ പരമശിവം അദ്ദേഹവും ലാലും കൂടെ ഇരുന്ന് ട്രെയിനിങ് ചെയ്യുകയാണ്.
ബേസിക് ആയിട്ടുള്ളൊരു ഒരു ക്ലാസിക്കൽ ഡാൻസിൻ്റെ അടിസ്ഥാന കാര്യങ്ങളൊക്കെയാണ്, സ്റ്റെപ്സും കാര്യങ്ങളും മുദ്രകളൊക്കെ പഠിക്കുകയാണ്. അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആണ് അദ്ദേഹം. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ നമുക്ക് ആ പർട്ടിക്കുലർ സിറ്റുവേഷന് വേണ്ടുന്ന മൂമെൻറ്റ്സ് ഡാൻസ് മാസ്റ്റർ പഠിപ്പിക്കും. അത് അദ്ദേഹം നന്നായിട്ട് ട്രെയിൻ ചെയ്ത് പഠിച്ച് അങ്ങനെ തന്നെ പെർഫെക്ഷൻ അദ്ദേഹത്തിൻ്റെ നിർബന്ധമാണ്. എന്ത് ചെയ്താലും അത് പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മളതിന് തക്ക വിധത്തിൽ അതിൻ്റെ ഷോട്ടുകളെ പ്ലാൻ ചെയ്യുകയും ചെയ്യും. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ഒരു എന്താണ് കഴിവിനെ പൂർണ്ണമായിട്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഉതകുന്ന ഷോട്ടുകൾ, ആക്ടറുടെ വീക്ക്നെസ്സസിനെ കവർ ചെയ്യുന്ന വിധത്തിൽ നമ്മൾ ഷോട്ട്സും വെക്കാറുണ്ട്. അത് സിനിമയ്ക്കുള്ള ഒരു അഡ്വാൻറ്റേജാണ്. ഇപ്പോൾ ഒരു സ്റ്റേജിൽ നേരിട്ട് വന്ന് ചെയ്യുകയാണെങ്കിൽ അത് പറ്റില്ലല്ലോ. സിനിമയ്ക്ക് നമുക്ക് ഷോർട്ട് കട്ടിങ്ങിലൂടെയൊക്കെ അത് ഏറ്റവും മേക്ക് ബിലീഫ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ കഴിയും. ഇപ്പൊ ദശരഥം പറഞ്ഞപ്പോഴാണ് ഇന്ന് രാവിലെ കൂടി ഞാൻ ഇൻസ്റ്റാ റീൽസിൽ അതിന്റെ ക്ലൈമാക്സ് സീന് ഇങ്ങനെ റീലായിട്ട് ഇപ്പോഴും അത് ട്രെൻഡ് ആകുന്നു എന്നുള്ളതാണ്. അപ്പൊ അതായത് ലാലേട്ടന്റെ വിരലുകൾ വരെ അഭിനയിക്കുന്നു എന്ന് പറയുന്ന കമന്റ്സുകൾ വരെ പിന്നെ വരുമ്പോൾ അത് ശരിക്കും അത്രയും ഒരു ക്ലോസപ്പ് ഷോട്ട് കൂടിയാണ് അതിൽ വെച്ചിരിക്കുന്നത്. അത് എത്രമാത്രം ധൈര്യം ഉണ്ടായിരുന്നു ആ ഒരു ക്ലോസപ്പ് ഷോട്ട്. ധൈര്യം ലാല് തന്നെയാണ്. ലാലെന്ന ആക്ടറാണ്. കാരണം നമ്മൾ അതിനു മുമ്പ് ഒരു സിനിമയുടെയും ഒരു ക്ലൈമാക്സ് ഒരു നായകൻ്റെ ഒരു ചിരിയും കരച്ചിലും ഇല്ലാത്തൊരു ഷോട്ടിൽ നിർത്തുക, ഒരു ക്ലോസപ്പിൽ നിർത്തുക എന്ന് പറയുന്നത് അതിനു മുമ്പ് സംഭവിച്ചിട്ടില്ല. അതിനുള്ള ധൈര്യം തന്ന അദ്ദേഹമാണ്. അദ്ദേഹം അത് ആ ക്യാരക്ടറിനെ അത്രമാത്രം വിശ്വസനീയമായിട്ട് ചെയ്യുന്നുള്ള ബോധ്യമുണ്ട്. ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ ദിവസങ്ങളാണ്, അവസാനത്തെ ദിവസമാണ്, അന്ന് തീരാണ്. അപ്പോൾ നമ്മൾ ആ കഥാപാത്രത്തിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന ഒരു മോഡിൽ നിന്ന് അയാൾ മാറുന്നുണ്ട്. അതുവരെയും അയാളൊരു ഒരു തരം ഒരു വിധത്തിലുള്ള അച്ചടക്കമില്ലാത്ത ഒരു വിധത്തിലുള്ളൊരു ഒരു ഒരു എന്താണ് ജീവിതത്തെക്കുറിച്ച് അങ്ങനെ ഒരു കൺസേൺഡായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാത്ത, ഒരു ഡിസിപ്ലിൻ അല്ലാത്ത, അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കാൻ പോലും കഴിയാത്ത, എപ്പോഴും വേവറിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അയാൾക്ക്. അയാളുടെ ശരീരഭാഷയിൽ പോലും ആ വേവറിങ് ഉണ്ട്. അയാൾ ഒറ്റക്കാലം ഇങ്ങനെ മാറി മാറി നിൽക്കുന്നിടത്ത് ഉറച്ച് നിൽക്കത്തില്ല. ഒരു കാര്യം തീരുമാനിച്ച് പെട്ടെന്ന് മാറ്റും, തീരുമാനങ്ങൾ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. ഒരു മുറിയിൽ കയറി വന്ന് എവിടെ ഇരിക്കണമെന്ന് പോലും പുള്ളിക്ക് കൺഫ്യൂഷനാണ്. ഒരു കസേര ഇരിക്കാൻ പറ്റും, മാറി വേറെ കസേരയിലിരിക്കും, അങ്ങനെയൊക്കെ പറയുന്ന. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ. അപ്പം ഞാനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പരിചയമുള്ളൊരു പ്രൊഡ്യൂസറെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തൊരു പ്രൊഡ്യൂസറുടെ കാര്യമൊക്കെ പറഞ്ഞു. അയാൾ അങ്ങനെയാണ്. മുറി വന്ന് ഞാൻ അവിടെ ഇരിക്കാമല്ലേ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാമല്ലേ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് തന്നെ തീരുമാനമില്ല. രണ്ട് ഇരിക്കാനുള്ള സീറ്റല്ലേ. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾ തമാശയായിട്ട് പറയാറില്ല. ഞാൻ ആ പുള്ളിയെ ഒന്ന് ഓർത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് ആ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക. അതെ. പക്ഷേ എൻഡിലേക്ക് വന്നപ്പോൾ ഇയാളുടെ ക്യാരക്ടറിനെ ആദ്യമായിട്ട് എന്തെങ്കിലും അയാളുടെ ഉള്ളിലൊരു, അതുവരെ അയക്ക് ആരോടും ഒരു സെൻറ്റിമെൻറ്റ്സ് ഇല്ല, ഒന്നുമില്ല. ഇയാൾക്ക് എൻ്റെ പണം കൊണ്ട് ഞാൻ എന്തും നേടുമെന്ന് പറയുന്ന ഒരു ജീവിതത്തിൽ അങ്ങനെ ചെറുപ്പം തൊട്ടേ അങ്ങനെ വളർന്നു വന്ന ഒരാളാണ്. പണം കൊണ്ട് എന്തും നേടിയെടുക്കാമെന്ന് ചിന്തിച്ച് വരുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഒരു കുട്ടിയെ വേണമെന്ന് പോലും കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എൻ്റെ കാശ് കൊടുത്ത് ഞാൻ കുട്ടിയെ കുട്ടീനെ കിട്ടിക്കഴിഞ്ഞിട്ട് ആ കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്ത് നമുക്ക് പോകാം, ഞാൻ നോക്കിക്കോളാം. അത്രയും ഉള്ളു. അല്ലാതെ അങ്ങനെ ഒരു ഇമോഷണൽ ഒരു ബോണ്ടിങ് ഒരു അമ്മയും കുട്ടിയുമായിട്ട് ഉണ്ടാകുന്ന കാരണം അയാൾക്ക് അങ്ങനെ ഒരു പശ്ചാത്തലമില്ല. അയാൾ പറയുന്നുണ്ട് അയാളുടെ ഓർമ്മയൊന്നും ഉപേക്ഷിച്ച് ഒരു അമ്മയെക്കുറിച്ച് അയാൾക്ക് പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ തിരിച്ചറിവിലേക്ക് എത്തുന്ന ആ സീനിലാണ് അയാൾ തിരിച്ചറിവ്. ഈ സ്ത്രീ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഭർത്താവിനെ പോലും ഉപേക്ഷിക്കാൻ തയ്യാറാകുകയാണെന്ന ഒരു കാര്യം എഴുതി. അത്രമാത്രം ഒരു ബോണ്ടിങ് ഒരു അമ്മയും കുട്ടിയായിട്ട് ഉണ്ടാകുന്നു എന്നുള്ളത് അയാൾ അവിടെയാണ് തിരിച്ചറിയുന്നത്. അപ്പോഴാണ് അയാൾ ആ അമ്മയെക്കുറിച്ച്, അയാൾക്കില്ലാതെ ഒരു അമ്മയെക്കുറിച്ച് ചിന്തിക്കുകയും മാഗിയോട് ചോദിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഒരു സിറ്റുവേഷനാണത്. അത് എനിക്ക് തോന്നുന്നത് ഇതിൽ കൂടുതൽ നന്നായിട്ട് ആർക്കാണ് അതിനെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുക. സത്യം. ഇപ്പോ സാറിന്റെ സിനിമകൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ആകാശദൂത്, കിരീടം, ഇപ്പൊ ദശരഥ, ഇതൊക്കെയാണെങ്കിൽ നമ്മളിങ്ങനെ കരഞ്ഞ് നമുക്ക് വളരെ ഇമോഷണൽ ഒരു ജേർണി. ഇപ്പുറത്ത് ഇഷ്ടം അല്ലെങ്കിൽ സമ്മരൻ ബദ്ലയും ഒക്കെ ആണെങ്കിൽ വളരെ കളർഫുൾ, നമ്മൾ കുറെ ചിരിക്കുന്നത്. അപ്പം കറക്റ്റ് ഈ മനുഷ്യരുടെ ഒരു ഇമോഷണൽ ഒരു ലിവർ പിടിച്ചിങ്ങനെ അത് ട്രിഗർ ചെയ്യാനുള്ള ഒരു എലമെന്റ് സാറിന്റെ സിനിമകളിൽ എപ്പോഴും ഉണ്ട്. അതെങ്ങനെ സാധിക്കുന്നു? അത് ഒരു കാര്യം അതിൻ്റെ റൈറ്ററിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. പ്രധാനമായിട്ട് അത് എഴുതിത്തരുന്നത് അത്ര പവർഫുൾ ആണെങ്കിൽ അതിനേക്കാളും പവർഫുള്ളായിട്ട് ചെയ്യണമെന്നുള്ളൊരു ചലഞ്ച് എനിക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഞാനെപ്പോഴും അങ്ങനെയാണ്. എൻ്റെ മുമ്പിലേക്ക് വരുന്ന ഒരു സ്ക്രിപ്റ്റിലെ അതിൻ്റെ സീൻസ്, അതിൻ്റെ ഇമോഷൻസ്, അതിനെ എഴുത്തുകാരനേക്കാളും മുകളിൽ അതിനെ വിഷ്വലൈസ് ചെയ്യാൻ
അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം അത് ആ എഴുത്തുകാരനോട് ഞാൻ കാണിക്കുന്ന റെസ്പെക്റ്റാണ്. കാരണം അയാൾ ചെയ്ത അത്രയും മഹത്തായ ഒരു എഴുത്തിനെ ഞാനത് മോശമാക്കിയാൽ ആ സൃഷ്ടിയോടും ആ എഴുതിയ ആളോടും ഒരു തെറ്റാണ്. അയാൾ കണ്ടതിനും മുകളിലേക്ക് അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞാനൊരു ഡയറക്ടർ എന്ന നിലയിൽ വെറും സീറോ ആയിപ്പോകും. ആ ഒരു റെസ്പെക്റ്റ് ഞാനെപ്പോഴും ഏറ്റവും അധികം ബഹുമാനിക്കുന്നത് റൈറ്റേഴ്സിനെ തന്നെയാണ്. കാരണം അവരിൽ നിന്നാണ് അത് ക്രിയേറ്റ് ഒരു ക്യാരക്ടർ ഉണ്ടായി വരുന്നത്, ഒരു സിറ്റുവേഷൻ ഉണ്ടായി വരുന്നത് എല്ലാം. ഞാൻ കണ്ടിട്ടുണ്ട് ലോഹിയൊക്കെ എഴുതുമ്പോൾ കടന്നു പോകുന്ന സ്ട്രെയിനുകൾ, സ്ട്രെസ്സുകൾ. നമ്മൾ തമാശയായിട്ടൊക്കെ അത് ഞങ്ങളൊക്കെ പോയി ഒളിഞ്ഞൊക്കെ നോക്കുമായിരുന്നു. കാരണം ഇയാൾ കഥ അടിച്ചിട്ടാണ് എഴുതുന്നത്. പക്ഷെ ആ എഴുത്തിൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് വല്ലാത്തൊരു ടോർച്ചറിങ്ങിൽ കൂടെ അയാൾ കടന്നു പോകുന്നത്. ലോഹിക്ക് എഴുതുമ്പോൾ കയ്യിൽ ഒരു മഴ വരും, ഒരു ചെറിയൊരു ബൾജിങ് പോലെ വരും. പിന്നെ നെറ്റിയിലൊരു മഴ വരും. എന്നിട്ട് അദ്ദേഹം വലിയ ടവൽ കൊണ്ട് വലിഞ്ഞു മുറുകി കെട്ടിയിട്ടാണ് എഴുതുന്നത്. പിന്നെ ഇടയ്ക്ക് എണീറ്റ് പോയിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അഭിനയിക്കും, ഡയലോഗ് പറയും. ഓരോ ക്യാരക്ടറായിട്ട് അയാൾ മാറും അവിടെ. ഓരോ ഡയലോഗും അയാൾ പറഞ്ഞ് അതിൻ്റെ ഒരു മോഡുലേഷനും കാര്യങ്ങളും അയാളുടെ ഉള്ളിൽ കയറിയ ശേഷമേ എഴുതത്തുള്ളൂ. അത്രമാത്രം സ്ട്രെയിൻ എടുത്ത് എഴുതുന്നതാണ്. ആ എഴുത്തിനെ നമ്മൾ ബഹുമാനിച്ചില്ലെങ്കിൽ, വളരെ ലാഘവത്തോടെ അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്താൽ അത് അയാളോടും സിനിമയോടും അയാളുടെ എഴുത്തിനോടൊക്കെ ചെയ്യുന്ന നീതികേടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അല്ലാതെ എൻ്റെ ഒരു അഹങ്കാരം കൊണ്ടല്ല. ഇതിൻ്റെ എഴുതിയതിൻ്റെ മുകളിൽ കയറി ഞാൻ ചെയ്യും എന്ന് പറയുന്നത് അതെനിക്കൊരു ചലഞ്ച് തരികയാണ് അദ്ദേഹം. നമ്മുടെ മുമ്പിലേക്ക് ഒരു പന്തിട്ട് വന്നിട്ട് തട്ടി ഗോളടിക്കൂ എന്ന് പറയുന്ന അവസ്ഥയിൽ അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ആ ഗോൾ അടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അതാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ഇത്തരം ഇമോഷൻസിനൊക്കെ അദ്ദേഹം കാണുന്നതിൻ്റെ മുകളിലേക്ക് അതിനെ കാണാൻ, അല്ലെങ്കിൽ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അതാണ് എൻ്റെ സ്ട്രെങ്ത് എന്നുള്ളതും എനിക്ക് തിരിച്ചറിഞ്ഞത് ലോഹിയുമായിട്ട് ചേർന്നതിന് ശേഷമാണ്. അതെ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കോംബോ ആണല്ലോ. അപ്പോൾ ഒരു ഡയറക്ടർ, ഒരു റൈറ്റർ, ഒരു കോമ്പിനേഷൻ ഹിറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഏതൊരു ഒരു ഘടകമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടതെന്നാണ് സാറിന് തോന്നുന്നത്? പരസ്പരം മനസ്സിലാക്കാൻ കഴിയണം. ഒരാൾ പറയാതെ പറയുന്ന ചിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഒരാളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല. ലോഹി ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ലോഹി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകണം. ഞാനത് ലോഹിയോട് എൻ്റെ അതിനെപ്പറ്റിയുള്ള കൺസേൺ പറയുമ്പോൾ ലോഹിക്ക് എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് മനസ്സിലാക്കണം. അങ്ങനെ ഒരു പരസ്പരമുള്ളൊരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവണം. അതിനകത്ത് ഈഗോ പാടില്ല. ഞാൻ പറയുന്ന അയാൾ അക്സെപ്റ്റ് ചെയ്തില്ല എന്നോ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ അയാൾ ചെയ്തില്ല എന്നോ എനിക്കും തോന്നാൻ പാടില്ല. രണ്ടുപേരും കൂടെ അങ്ങനെ ഒരിക്കലും ഒരു ഫ്രിക്ഷൻസ് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. ഒറ്റ പ്രാവശ്യം അപൂർവമായിട്ട് ഒരു സിനിമയുടെ കാര്യത്തിൽ. അത് വേറെ ചില കാര്യങ്ങൾ കൊണ്ടാണ്, ഒരു കഥയുടെ ഒരു സിറ്റുവേഷനെ കുറിച്ച്. അല്ലാതെ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ഞാനെപ്പോഴും എൻ്റെ റൈറ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ റെസ്പെക്റ്റോടുകൂടി കാണുന്ന ഒരാളാണ്. എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ചെയ്യുന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ അവരിൽ നിന്നാണ് എനിക്ക് ചെയ്യാനുള്ള ഒരു ഊർജം വരുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത്. ലോഹിയെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുതുമ്പോൾ കടന്നു പോകുന്ന ആ സ്ട്രെയിനും സ്ട്രെസ്സും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ട് അതിനെ ഏറ്റവും അധികം ആ പെയിനും ഒക്കെ കാണുന്ന ഒരാളെന്ന നിലയിൽ ആ റെസ്പെക്റ്റ് എനിക്കുണ്ടാകും. ഞാനും അത്രയും പെയിൻ എടുത്ത് തന്നെയാണ് ഞാൻ അതിനെ വിഷ്വലൈസ് ചെയ്യുന്നത്. അത് അദ്ദേഹം ഉദ്ദേശിക്കുന്നതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ഉള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി തന്നെയാണ്. അതെ, ലോഹി സാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു കഥ പറഞ്ഞു കഴിഞ്ഞത് തീർന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കതിനൊരു സെക്കൻഡ് പാർട്ട് എന്നുള്ളതിൽ ഞാൻ അധികം വിശ്വസിക്കുന്നില്ല. പക്ഷെ കിരീടം എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തീർന്നിട്ടില്ലല്ലോ എന്നൊക്കെ എനിക്ക് തോന്നിയതെന്ന് പറയുന്നു. അപ്പൊ സാറിന് ഇതുപോലെ വർക്ക് ചെയ്ത സാറിന്റെ സിനിമകളിൽ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്ന ഒരു തോട്ട്, ഇത് കഴിഞ്ഞിട്ടില്ലല്ലോ, ഇതിന് ഇനിയും ഉണ്ടല്ലോ എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു സിനിമയുണ്ടോ? ഉണ്ട്. അത് ദശരഥമാണ്. ആണോ? അയ്യോ, ഞങ്ങൾക്ക് പറയണം സെക്കൻഡ് പാർട്ട്. അയാള് പിന്നെ എന്തായി എന്ന്. അതാണ് അയാളെ അപൂർണതയിലാണ് നിർത്തിയേക്കുന്നത്. അയാൾക്ക് ഇനിയൊരു ജീവിതമില്ലേ? അയാൾ ഇനിയും ജീവിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ അയാൾക്ക് അങ്ങനെ മറന്നു കളയാൻ പറ്റുമോ? ശരിയാ. അയാൾക്ക് ആ ഇമോഷൻ മനസ്സിലായി. കഥ അവസാനിക്കുമ്പോൾ അയാൾക്ക് ആ ബോണ്ടിങ്ങിനെ കുറിച്ച് മനസ്സിലായി കഴിഞ്ഞു. അയാൾ വിട്ടുകൊടുക്കുന്നത് ഭയങ്കര സന്തോഷത്തോടെ ഒന്നുമല്ല. അയാൾ ആ സ്ത്രീയുടെ വേദന കണ്ട് വിട്ടുകൊടുക്കുന്നത്. പക്ഷേ മാഗിയോട് ചോദിക്കുന്ന നിമിഷം തൊട്ട് അയാൾക്ക് ആ ഒരു ചിന്ത, അയാളുടെ ആ ഒരു സോഫ്റ്റ്നെസ് അയാളിലേക്ക് വന്നു. അതുവരെയൊക്കെ ഉണ്ടാകാത്തിരുന്നൊരു സോഫ്റ്റ്നെസ് ആയിരുന്നല്ലോ അയാൾ. അത് വന്നിട്ടുണ്ട്. അപ്പോൾ അയാളുടെ പിന്നുള്ള ജീവിതം എന്താണെന്നുള്ളൊരു അന്വേഷണം ഉണ്ടായിരുന്നു. അതിൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആക്കിയതാണ്. അത് നടന്നില്ല. അപ്പം
അത് സാധാരണ നമ്മളൊരു കഥ പറയുമ്പോൾ ഒരു രണ്ടാം ഭാഗം എടുക്കുമ്പോൾ കഥാപാത്രത്തെ വെച്ചിട്ട് പിന്നെ അയാൾ ചെയ്യുന്ന വേറൊരു കാര്യത്തിലേക്ക് പോകും. ഇപ്പം ഉദാഹരണത്തിന് സി ബി ഐ ഡയറക്ടർ പോലെയുള്ള സിനിമകൾക്ക് രണ്ടാം ഭാഗങ്ങൾ വരുന്നത് ആ കഥാപാത്രം മാത്രമേ അടുത്ത സീനിലേക്ക് വരുന്നത്. ആ കഥ പിന്തുടരുന്നില്ല. പുതിയ അതെ കഥയാണ്, അതെ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനാണ്. അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ സീക്വൻസ് വരാറുണ്ട്. പക്ഷേ ഇതൊരു കഥയുടെ തുടർച്ച തന്നെയാണ്. ഈ കഥ ഞാനിപ്പോൾ ഒരു 30 വർഷങ്ങൾക്ക് ശേഷം ഈ മനുഷ്യൻ ഇപ്പോൾ എവിടെയാണെന്നുള്ളൊരു അന്വേഷണമാണ് രണ്ടാം ഭാഗം എന്ന് പറയുന്നത്. അയാൾ എവിടെയാണ്? ആ കുട്ടി എവിടെയാണ്? അവരുടെയൊക്കെ അവസ്ഥകൾ എന്താണ്? ആ അതെ സ്ത്രീ എന്താണ്? ആനി എന്ന ക്യാരക്ടർ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഓ, പറയുമ്പോ എന്നൊക്കെ എനിക്ക് പിന്നെ മറ്റേ ചന്ദ്രദാസ് എന്തായി? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം രാജീവ് മേനോൻ്റെ അവസ്ഥ ഇപ്പോഴെന്താണെന്നുള്ളതാണ്. അതെ ആ ഒരു അന്വേഷണമായിരുന്നു. അതിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് രാജീവ് മേനോൻ അയാളുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. ഇപ്പോൾ അയാളുടെ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും സങ്കീർണമായ ഒരു ഘട്ടത്തിൽ അവിടെയാണ് ആ സിനിമ തുടങ്ങുന്നത്. അവിടെ നിന്ന് അയാൾ തിരിച്ച് ചിന്തിക്കുകയാണ്. ഇപ്പം ഞാൻ ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ അയാൾ ഈ കുട്ടിയെ അയാൾക്ക് വേണമെന്നൊരു തോന്നലിലേക്ക് എത്തുകയാണ്. പക്ഷെ ആ തോന്നലിലേക്ക് അയാൾ കുട്ടിയെ കാണാനുള്ള ശ്രമങ്ങളാണ്. പക്ഷേ അപ്പോഴൊക്കെ ആ ശ്രമങ്ങളുടെ ഇടയിൽ അയാൾക്ക് തിരിച്ചറിയാൻ തുടങ്ങുന്നു, ഞാൻ അന്ന് ചെയ്ത ശരികൾ തെറ്റായിരുന്നു എന്ന് അയാൾക്ക് തിരിച്ചറിയാൻ തുടങ്ങുന്നു. ഓ, ഞാൻ എൻ്റെ ഇഷ്ടങ്ങളെ മാത്രമാണ് അന്ന് കണ്ടത്. എൻ്റെ പണം കൊണ്ട് എനിക്ക് എന്തും നേടാം. അതെ പക്ഷേ അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ച ആൾക്കാരുടെയൊക്കെ ജീവിതം എന്തായി? അവരെ ഞാൻ എങ്ങനെയൊക്കെയാണ് തകർത്ത് കളഞ്ഞത് എന്നൊക്കെ പറയുന്ന ഇയാളുടെ അന്നത്തെ ശരികളെ അയാൾ ഇന്നൊന്ന് റീവിസിറ്റ് ചെയ്യുകയാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു അനലൈസിംഗ് ആണ് നടക്കുന്നത്. അതൊരു വേറൊരു ഡയമെൻഷനിലേക്ക് പോകാവുന്ന ഒരു സിനിമയായിരുന്നു. ദശരഥത്തിൻ്റെ ഒപ്പമെങ്കിലും എത്തണം നിർബന്ധമായിട്ട്. രണ്ടാം ഭാഗം എടുക്കുമ്പോൾ ഒന്നാം ഭാഗത്തിൻ്റെ ഒപ്പമെങ്കിലും എത്തണം. ഇത് ആ ഒപ്പമോ അല്ലെങ്കിൽ അതിന് മുകളിലോ നിൽക്കാവുന്ന ഒരു സിനിമയായി മാറുമായിരുന്നു. അത് നടന്നിരുന്നില്ല. ഇനി അത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. സംഭവിക്കട്ടെ. ഞങ്ങൾ കാത്തിരിക്കുകയാണ് ആ സിനിമ വരാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പത്തെ ജനറേഷൻ ആളുകളാണെങ്കിലും ആ സിനിമത്തെ ഡയലോഗുകൾ ഒന്നും കൂടിയും ഇനാക്ട് ചെയ്യുന്നു. ഈ ഡബ് സ്മാഷ് ഈ ദശരഥത്തിൽ ഡയലോഗ്സ് വരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ദശരഥം പാർട്ട് 2 വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. അതേപോലെ ഞാൻ കേട്ടിട്ടുണ്ട് ആകാശദൂത് എന്ന് പറയുന്നത് തൂവാല കൊണ്ട് സക്സസ്ഫുൾ ആയ ഒരു സിനിമയാണ് എന്ന്. അതിന്റെ പുറകിലൊരു കഥ പറയോ? ആ സിനിമയെ ആദ്യം തിയേറ്ററിലെത്തിയ ദിവസം ആളില്ലായിരുന്നു. ഓ, ഞാൻ അന്ന് ട്രാവൽ ചെയ്യാണ്. ഞാൻ മായാമയൂരം എന്ന സിനിമയുടെ ലൊക്കേഷനുമായി നോക്കിക്കൊണ്ട് ഞാൻ മംഗലാപുരം കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി പോയിട്ട് അന്ന് പടം റിലീസാണെന്ന് എനിക്കറിയാം. അന്ന് വൈകുന്നേരം ഞാൻ കണ്ണൂരെത്തി. കണ്ണൂർ ആ പടം റിലീസ് ചെയ്ത സവിത തിയേറ്ററാണെന്ന് തോന്നുന്നു. ആ തിയേറ്ററിൽ ഞാൻ എത്തി. അപ്പോൾ എനിക്ക് സിനിമ ഹിറ്റാവുന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഞാൻ ഫസ്റ്റ് ഡേ ഒരു 6 മണിയായപ്പോൾ തിയേറ്ററിൽ അവിടെ ചെത്തുമ്പോഴത്തേക്ക് ഒരു മനുഷ്യർ, ഒരു വണ്ടി പോലും ഇല്ല, ഒരു കാറ് പോലും ഇല്ല അവിടെ. അപ്പോൾ ഞാൻ ആ വണ്ടിക്കകത്ത് തന്നെ ഇരുന്നിട്ട് ഈ റെപ്രസെൻറ്റേറ്റീവിനെ വിളിപ്പിച്ചു, ഡ്രൈവറെ കൊണ്ട്. അപ്പോൾ അയാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു മാറ്റിനിക്കൊരു 100 പേരുണ്ടായിരുന്നു സാർ. വലിയ തിയേറ്റർ, 800 പേര് കയറുന്നതാണ്. എന്നിട്ട് എന്തായി? ഇല്ല, കണ്ടു. ഞങ്ങൾ അടുത്ത ഷോയ്ക്ക് ഇതുവരെ ആരും വന്നിട്ടില്ല. 6:30 പടം തുടങ്ങി, 6 മണിയായിട്ട് ആരും വന്നിട്ടില്ല. ഞാൻ പടത്തിന് അഭിപ്രായം കണ്ടവരെല്ലാം കരഞ്ഞോണ്ടാണ് പോകുന്നത് സാറെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുഴപ്പമില്ല, ആൾക്കാർ വരും എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയി. ഞാൻ അവിടുന്ന് രാത്രി തന്നെ ട്രാവൽ ചെയ്ത് ബാംഗ്ലൂർക്ക് പോയി, ബൈ റോഡ്. പോണ വഴിക്ക് ഞാനൊരു സ്ഥലത്ത് നിർത്തിയിട്ട് പ്രൊഡ്യൂസറെ വിളിച്ചപ്പോഴത്തേക്ക് പ്രൊഡ്യൂസർ അപ്പോഴൊന്നും കാര്യത്തില്ല, എല്ലാം പോയി സിബി, നമ്മുടെ എല്ലാം പോയി, ഒരു തിയേറ്ററിൽ ആളില്ല, ഇന്നും നാളെയൊക്കെ ആയിട്ട് മാറ്റും പടം, ആളേ ഇല്ല, കയറുന്നില്ല എന്നൊക്കെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കാതിരിക്കുക, ഇത് സംഭവിക്കും, ഇത് ഓടും, ഇത് 100% ഇത് ഓടും, നിങ്ങൾ പേടിക്കരുത്, നമ്മൾ കൊടുത്തേക്കുന്ന കണ്ടൻറ് അതാണ്, അത്രയും സ്ട്രോങ് ആണ്, ഇത് കണ്ടവർ മറ്റൊരാളോട് പറയാതിരിക്കത്തില്ല ഈ സിനിമയെക്കുറിച്ച്, പറഞ്ഞു കേട്ട് ആൾക്കാർ വരും എന്ന് പറയും. അതുവരെ തിയേറ്ററുകാർ നിൽക്കുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിയുടെ ടെൻഷനാണ്. ഞാൻ രാവിലെ ബാംഗ്ലൂർ ചെന്നിട്ട് പിറ്റേ ദിവസം ഓരോ ഷോ കഴിയുമ്പോൾ ഞാൻ ഇവരെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ പറയും, ഇന്നലത്തെക്കാൾ 10 പേര് കൂടി വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, 10 പേര് കൂടി, 5 പേര് കൂടി എന്നൊക്കെ പറയുന്നു. അപ്പോഴും തിയേറ്ററുകാർക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല. അവർ നോക്കുമ്പോൾ സ്റ്റാർസ് ഒന്നും ഇല്ല, ഇത് ഇങ്ങനെ ഓടി വരും, അങ്ങനെ ചരിത്രം അവർക്കുണ്ടായിട്ടില്ല. അപ്പോൾ ഈ ആഴ്ച മാറ്റും എന്നൊക്കെ പറയുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ തിരിച്ചു വരാം, എറണാകുളത്ത് വരാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നു, ഡിസ്ട്രിബ്യൂട്ടറെ വിളിച്ചു, സെഞ്ച്വറി ഫിലിംസാണ്, പ്രൊഡ്യൂസർമാരെ വിളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നമുക്കിത് വളരെ കൃത്യമായൊരു പബ്ലിസിറ്റി സ്ട്രാറ്റജി കൊണ്ടുവരണേനകത്ത്.
ആൾക്കാരിലേക്ക് ഇത് എത്തണം. ഈ സിനിമ എത്തി വന്നു, ഇങ്ങനൊരു സിനിമയുണ്ട്, അത് ഇത്രമാത്രം ആൾക്കാരെ സ്പർശിക്കുന്നൊരു സിനിമയാണെന്ന് അവർക്ക് അറിയണമല്ലോ. അപ്പോൾ ആൾക്കാർ വന്ന് കണ്ടാലേ പറ്റുള്ളൂ. അങ്ങനെ എടുത്ത 2-3 സ്ട്രാറ്റജികൾ. ഒന്ന്, അന്ന് മാരുതിക്കാരൊക്കെ ഇറങ്ങിയ സമയമാണ്, ഈ മാരുതി 800. അപ്പോൾ ഈ പടം കണ്ടിട്ട് അതിനകത്ത് ചില ചോദ്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരെണ്ണം ചെയ്തു. അതിനുത്തരം പറയുന്നവർക്ക്, സെലക്ട് ചെയ്യുന്നവർക്ക് മാരുതി കാർ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരെണ്ണം ചെയ്തു. പിന്നെ ഒന്ന് ഞാൻ ഒരു അതിനേക്കാൾ ഇമ്മീഡിയറ്റ് എഫക്റ്റ് കിട്ടേണ്ടത് നമുക്ക് തിയേറ്ററിൽ ആൾക്കാർ സിനിമ കാണാൻ വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു ടവൽ കൊടുക്കുക, ആകാശദൂതെന്ന് എഴുതിയ ഒരു ചെറിയ കർച്ചീഫ് കൊടുക്കുക. അത് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ കൊടുക്കുക. അപ്പോൾ അവർ വിചാരിക്കും എന്തിനാ തരുന്നതെന്ന് വിചാരിക്കും. പക്ഷെ സിനിമ കണ്ടു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് തന്നത് നന്നായില്ലേ. പ്രത്യേകിച്ചും പെണ്ണുങ്ങൾക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം സാരിയുടെ തുമ്പ് കൊണ്ടൊക്കെ തുടങ്ങി. ആണുങ്ങൾക്ക് അത്രയൊന്നും പ്രിപ്പയർഡ് ആകത്തില്ല, കരയുമെന്ന് വിചാരിച്ചെന്ന് വരുന്നത്. അപ്പോൾ ഇതെന്തായാലും ഇവർ കഴിഞ്ഞിട്ട് കരയും. ഈ ടവൽ അവർ ഉപയോഗിക്കും. ഈ ടവലുമായിട്ട് വീട്ടിൽ പോകും. എന്നിട്ട് പെണ്ണുങ്ങളാണെങ്കിൽ രാവിലെ എണീറ്റ് അടുത്ത വീട്ടിലെ സ്ത്രീയെടുത്ത് പറയും, എടി ഇന്നലെ ഒരു സിനിമ കണ്ടു, കരഞ്ഞു, ആ ടവൽ തന്നില്ലായിരുന്നു, എന്തായിപ്പോയനെ. അപ്പോൾ അതെന്താ സിനിമ എന്ന് വെച്ചാൽ അങ്ങനെയാണ്. അതൊരു മൗത്ത് പബ്ലിസിറ്റിയാണ്. അത് ഭയങ്കര ഗംഭീരമായിട്ട് വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞൊരു പതുക്കെ ഓരോ ദിവസം 50 പേര് 100 പേരൊക്കെ കൂടി വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുറേ തിയേറ്ററിൽ നിന്നൊക്കെ മാറ്റി. 2-3 ദിവസം 4 ദിവസം കുറേ തിയേറ്റർ മാറ്റി കുറച്ച് തിയേറ്ററുകളിൽ കണ്ടിന്യൂ ചെയ്തു. 17-ാം ദിവസം കേരളം മുഴുവൻ ഹൗസ്ഫുള്ളായി. എല്ലാ തിയേറ്ററുകളും ഫുള്ള് ഓവർഫ്ലോ ആവുന്നു, ടിക്കറ്റിന് വേണ്ടി ക്യൂ ആവുന്നു. അപ്പോഴത്തേക്ക് പണ്ട് തള്ളിക്കളഞ്ഞ തിയേറ്ററുകാരൊക്കെ ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി, അത് ഞാൻ ഒന്നുകൂടെ കളിക്കാം, ഞങ്ങൾക്ക് തരുമോ എന്ന് വെച്ചാൽ തിരിച്ച് അന്ന് തിയേറ്ററിൽ നിന്ന് നിർത്തി പറഞ്ഞു വിട്ട തിയേറ്ററുകാർ ഇങ്ങോട്ടേക്ക് വന്ന് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ നിർത്താതെ 150 ദിവസം ഓടുകയാണ്. അതിന്റെ ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ ക്ലൈമാക്സ് കുറച്ചും കൂടി സങ്കടപ്പെടുത്തുന്നായിരുന്നു. അത് പിന്നെ ഇനി പ്രേക്ഷകർ താങ്ങുമെന്ന് കഴിഞ്ഞിട്ടാണ്. അത് അതിന്റെ ക്ലൈമാക്സ് ശരിക്കും ഞാൻ എൻ്റെ നിർബന്ധമാണ്. ഞാൻ ഇച്ചിരി കണ്ണിച്ചോറില്ലാത്ത ആളായിപ്പോയി. എന്റെ അടുത്ത ചോദ്യം അതായിരുന്നു. ഞങ്ങൾ ഇത്രയും കരയിപ്പിക്കുന്ന ആൾക്ക് വേറൊരാൾ കരയുമ്പം അത് കാണാനുള്ള ശക്തി ഉണ്ടോ? അതെ, ഞാൻ ഈ അതിന്റെ ക്ലൈമാക്സിൽ ഈ കുട്ടികളെല്ലാം കൊണ്ടുപോയി. പക്ഷെ കാല് വയ്യാത്തൊരു കുട്ടിയുണ്ടല്ലോ, അവനെ കൊണ്ടുവരാൻ ആരുമില്ല. അപ്പം ബാക്കി എല്ലാവരും കൊണ്ടുപോയി ഓരോരുത്തരെ. ഇവനിങ്ങനെ ആ ഷോട്ടും നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. സത്യം. ഒരു ക്രെയിനിലൊരു വൈറ്റ് ഷോട്ടിൽ ഇവൻ ഒറ്റയ്ക്ക്, എല്ലാ വണ്ടിയും പോയി കഴിഞ്ഞിട്ട് ഇവൻ ഒറ്റയ്ക്ക് നടന്ന് മറ്റവർക്ക് ടാറ്റയും കൊടുത്ത് നിൽക്കുകയാണ് എല്ലാവരും. എൻ്റെ കൂടെ ട്വിൻ ബ്രദർ പോലെയുള്ള പയ്യനുണ്ട്, അവനെയും കൊണ്ടുപോയി. അപ്പം ക്യാമറ പതുക്കെ ഇങ്ങനെ പയ്യൻ്റെ ബാക്കിലേക്ക് വന്ന് ഇങ്ങനെ നിൽക്കും, അവൻ്റെ ഷോൾഡറിൻ്റെ സൈഡിൽ. അപ്പോൾ ഒരു കൈ വന്ന് അവിടെ നോക്കുമ്പോഴത്തേക്ക് നെടുമുടിയാണ് എൻ്റെ അച്ഛൻ. അയാൾ ഇവനെ ചേർത്ത് പിടിക്കുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്. ഞാനത് ഷൂട്ട് ചെയ്ത് തീർന്നു. അപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ പോയി, അന്നുകൊണ്ട് അത് തീർത്ത്. അന്ന് ഷൂട്ടിങ് തീരുക. രാത്രി മുറി വന്നപ്പോഴത്തേക്ക് പ്രൊഡ്യൂസറിൻ്റെ മുറി എന്ന് വെച്ച് പറഞ്ഞു, അത് മാറ്റണം, അത് മാറ്റിയില്ല, അത് ആൾക്കാർ സഹിക്കത്തില്ല, അത് മാറ്റിയില്ലെങ്കിൽ ആൾക്കാർ ഭയങ്കര ഡെസ്പറേറ്റ് ആയിരിക്കും തിയേറ്ററിൽ നിന്ന് പോകുന്നത്, ചിലപ്പോൾ അത് നമുക്ക് ഒരിക്കലും ആൾക്കാർ പിന്നെ തിയേറ്ററിലേക്ക് വരത്തില്ല എന്നൊക്കെ പറയും. അപ്പം ഞാൻ അന്ന് ആ ഷൂട്ട് ചെയ്ത പള്ളിയിൽ പിറ്റേ ദിവസം തൊട്ട് പെരുന്നാളാണ്. അപ്പോൾ അവർ പന്തലിടുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് 2 ദിവസം കഴിഞ്ഞാൽ പെരുന്നാളോട് വന്നു, അടുത്ത ദിവസം പന്തലിടാൻ തുടങ്ങും. അതുകൊണ്ടാണ് അന്ന് അവിടെ ഷൂട്ടിങ് തീർത്തിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞിപ്പോൾ എന്ത് ചെയ്യുന്നത്, പന്തലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞാനിപ്പോൾ തന്നെ പോയി അച്ഛനെ കാണാൻ. പുള്ളി രാത്രി വണ്ടി എടുത്ത് പോയി അച്ഛനെ കണ്ട് 1 ദിവസത്തേക്ക് കൊണ്ട് ചോദിച്ചു. അപ്പോൾ ഇതൊരു വൈകുന്നേരം എടുക്കാൻ പറ്റുള്ളൂ, അപ്പോൾ ഒരു പകൽ മുഴുവൻ വെയിറ്റ് ചെയ്യണം. അപ്പം ഞാൻ വേണിച്ചേട്ടനോട്, അപ്പോൾ ഡെന്നിസ് ഇല്ല. അപ്പോൾ ഡെന്നിസ് അങ്ങനെ കൂടെ നിൽക്കാറില്ല, ലൊക്കേഷനിലൊന്നും ഉണ്ടായില്ല. അപ്പോൾ വേണിച്ചേട്ടനെ വിളിച്ച്, ഞാൻ വേണിച്ചേട്ടനെ വിളിച്ചിട്ട് എന്താ ചെയ്യുന്നത്, ഒരു വിശ്വസനീയമാണ് ഇത്, ആൾക്കാർ അല്ലാതെ പെട്ടെന്ന് ഇയാൾ ഉപേക്ഷിച്ച് വരെല്ലാം കൂടെ. വേണിച്ചേട്ടൻ പറഞ്ഞു, അങ്ങനെ വിശ്വസനീയമാക്കേണ്ട കാര്യമില്ല, നമ്മൾ അവരെ സമാധാനിപ്പിച്ചിടുന്ന് വിടുകയെന്നേ ഉള്ളൂ. ഞാൻ ആര് കൊണ്ടുപോയി ഈ പയ്യനെ, എല്ലാവരും പോയില്ലെന്നേ. ഒറ്റ വഴിയേ ഉള്ളൂ, ആ മറ്റേ പയ്യനെ കൊണ്ടുപോയ ആൾക്കാർ തിരിച്ചു വരിക. അത് ആ പയ്യനെ നിർബന്ധം കൊണ്ടായിരിക്കാം, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ അച്ഛൻ വന്ന് കൈ പിടിക്കുന്നിടത്ത് പിന്നെ ഒരു വണ്ടിയുടെ ഹോൺ ശബ്ദം കേട്ട് നോക്കുമ്പോഴത്തേക്ക് ആ മറ്റേ വണ്ടി വരുന്നു, ഇവരെ കയറ്റിക്കൊണ്ട് പോകുന്നു. അങ്ങനെ അത് ഷൂട്ട് ചെയ്തു. എനിക്ക് അപ്പോഴും മറ്റതാണ് എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. അല്ല, കരയുന്നുണ്ട് എന്തായാലും, എന്നാലും ഇത് ഇത്രയും വേണ്ട. അത് ഈ പറയുന്ന പോലെ അവരുടെ തീരുമാനമായിരുന്നു ശരി. പ്രൊഡ്യൂസർ പറഞ്ഞു ചിലപ്പോൾ ഇത് കണ്ട ആൾക്കാർ പിന്നെ ആ വഴിക്ക് വരത്തില്ലായിരുന്നു. ഇപ്പൊ ഒരു സമാധാനം, ആ കുട്ടിയും രക്ഷപ്പെട്ടല്ലോ എന്ന് തോന്നും. അതന്നെ സത്യം. ഇപ്പൊ നേരത്തെ മായാമയൂരം ലൊക്കേഷന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇതുപോലെ മായാമയൂരം ഇന്റർവെലിന്റെ സമയത്ത് ആളുകള്
തിയേറ്ററൊക്കെ പൊളിച്ചടുക്കിയെന്നൊക്കെ. അത് ശരിക്കും സത്യം നടന്ന കഥയാണോ? ഞാൻ നേരിട്ട് കണ്ടതല്ല. ഞാൻ ആ സമയത്ത് ഞങ്ങൾ ചെങ്കോല് ഷൂട്ട് ചെയ്യാണ് തിരുവനന്തപുരത്ത്. വെള്ളായണി കാർഷിക കോളേജിൽ. ഞാനും ലാലും ഒരുമിച്ച് അവിടെ ഷൂട്ട് ചെയ്യാണ്. അപ്പം പടം കഴിഞ്ഞ് ഒരാൾ ഓടി വന്നു. ഒരു ലാലിൻ്റെ ഫാൻ സെറ്റപ്പിലുള്ള ഒരാളാണ്. അയാൾ ഓടി വന്നു. രമ്യ തിയേറ്ററിൽ നിന്ന് പടം കണ്ടിട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, സാറേ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ പലരും പോയി. തിയേറ്ററൊക്കെ അടിച്ച് പൊളിച്ച് സാറേ, കസേരയൊക്കെ പൊളിച്ച് കളഞ്ഞു. ലാൽ സാറ് മരിക്കുന്നതോടുകൂടി ആൾക്കാർ വയലൻ്റായി. സെക്കൻഡ് ഹാഫ് ഇൻ്റർവെൽ, അതുകൊണ്ട് ഇൻ്റർവെൽ കാണിക്കുന്നതോടെ ആൾക്കാർ വിചാരിച്ചു ഇനി എന്ത് പടം, മോഹൻലാൽ ഇല്ലാതെ എന്ത് അയ്യോ! സെക്കൻഡ് ഹാഫ് എന്നുള്ളത്. നമ്മൾ അതുവരെ മറ്റേ ക്യാരക്ടറിനെ റിവീൽ ചെയ്തിട്ടില്ല. ഡബിൾ റോൾ സീക്രട്ട് ആയിരുന്നു. സീക്രട്ടായിരുന്നു. ഓ. ആൾക്കാരങ്ങ് വയലൻ്റായി എന്നൊക്കെ പറഞ്ഞു. ഞാനും വിചാരിച്ചു എന്ത് ചെയ്യും ഇനിയിപ്പോൾ രണ്ടാമത്തെ സെക്കൻഡ് ഹാഫ് കാണാൻ ആൾ കണ്ടതല്ലേ. അത് ഞാൻ കണ്ടില്ലെങ്കിലും അതങ്ങനെ സംഭവിച്ചു എന്നാണ് പറയുന്നത്. അതെ. കേട്ട വാർത്ത അതാണ്. അതിനും ഈ പറയുന്ന ചെറിയൊരു ടെക്നിക്ക് ഉപയോഗിച്ചാൽ മതി, അത് വലിയ ഹിറ്റായി പോകാൻ. ഈ രണ്ടാമത്തെ മോഹൻലാൽ ഒരു സാധുവായിപ്പോയി. അയാളൊരു നാട്ടുമ്പുറത്തുകാരൻ്റെ ശുദ്ധ മനുഷ്യനായിപ്പോയി. അതെ. അയാളൊരു ഇന്ദുചൂടനോ നീലകണ്ഠനോ ഒക്കെ പോലത്തെ ഒരു സ്റ്റാച്ചറിലുള്ള ഒരു നാടൻ മടമ്പി ഗുണ്ടയായിരുന്നെങ്കിൽ അത് വേറെ ലെവലായി പോയപ്പെടും. കറക്റ്റ്. അതേപോലെ തന്നെ ഇപ്പം എന്താ പറയണ്ടേ, ഈ പ്രേക്ഷകര് ഇന്റർവെൽ ആകുമ്പോ അടിച്ച് പൊളിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെ പ്രേക്ഷകരെ ഞെട്ടിപ്പിച്ച ഒരു റോളായിരിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പൊ കൂടി നമ്മൾ ഈ ക്യാമിയോ റോൾസ് പറയുമ്പോൾ അതിൽ ഏറ്റവും ഫേമസ് നിരഞ്ജൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അതുവരെ പ്രേക്ഷകർക്ക് ലാലേട്ടൻ നിരഞ്ജനായിട്ട് വരുമെന്നൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. അപ്പൊ ആ സമയത്ത് എങ്ങനെയായിരുന്നു മറ്റേ തിയേറ്ററൊക്കെ? ഞാനത് നേരിട്ട് കണ്ടില്ല. ഞാൻ ഈ പ്രൊഡ്യൂസർക്ക് കഴിഞ്ഞ ദിവസം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്, പ്രൊഡ്യൂസറുടെ തിയേറ്ററിൽ തന്നെയാണ് പടം, മൈമൂണിലാണ് ഇറങ്ങുന്നത്. ഞാൻ ചെന്നൈയിലാണ്. അപ്പം ഇതും നമ്മൾ പുറത്ത് വിട്ടിട്ടില്ല ഇങ്ങനെ ഒരാളുണ്ടെന്നുള്ള കാര്യം. ഒരു സ്റ്റില്ലൊന്നും അറിയത്തില്ല, ന്യൂസിലൊന്നും വന്നിട്ടില്ല. അതിൻ്റെ അത് കഴിഞ്ഞ് ഇവർ ജയിലിലേക്ക് മഞ്ജുവും സുരേഷും കൂടെ വരുമ്പോൾ അപ്പം തൊട്ട് ആൾക്കാർക്ക് എന്തോ സ്മെല്ല് ചെയ്താൻ തുടങ്ങിയെന്നാണ് സിയാദ് പറയുന്നത്. അതിൻ്റെ ഒരു മ്യൂസിക്കാണ്. ആ മ്യൂസിക്കിൽ എന്തോ ഒരു സംഭവം കൂടെ വരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പം തൊട്ട് ആൾക്കാരുടെ ഒരു തിയേറ്ററിലൊരു അനക്കം തുടങ്ങിയെന്ന് പറഞ്ഞു. പക്ഷേ ഈ ലാലിൻ്റെ ഷോട്ട് വരുന്നതോടെ തിയേറ്റർ പൊളിഞ്ഞു പോകുന്നു വിചാരിച്ചു എന്ന് പറഞ്ഞു. അത്ര ബഹളമായി പോകുന്നു. അതിൻ്റെ ഒരു ഏറ്റവും വലിയ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ വെച്ചേക്കുന്ന ഷോട്ട് ഈ നെറ്റിൻ്റെ ഒരു ക്ലോസ് ഫോക്കസ് ഓഫ് നെറ്റിലാണ്. ലാൽ അവിടെ എൻ്റർ ആകുമ്പോഴത്തേക്ക് ഞാൻ ഫോക്കസ് ഷിഫ്റ്റ് ആകുന്ന അതേ ടൈമിൽ കൃത്യമായൊരു മ്യൂസിക് ഉണ്ട് വിദ്യാസാഗറിൻ്റെ. അത് മ്യൂസിക്കും ആ ഷിഫ്റ്റും ലാലിൻ്റെ മുഖവും കൂടെ വരുമ്പോഴത്തേക്ക് എനിക്ക് പോലും എപ്പോഴും അത് കാണുമ്പോഴത്തേക്കൊരു ഗൂസ് ബംസ് ഉണ്ടാകാറുണ്ട്. കാരണം നമ്മൾ ചെയ്തതാണെങ്കിലും നമ്മൾ പലവട്ടം കണ്ടതാണെങ്കിലും അത് കൃത്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഷോട്ട് വെക്കാൻ എനിക്ക് തോന്നിയതും അതിന് ഏറ്റവും ചേരുന്നൊരു മ്യൂസിക് തരാൻ വിദ്യാസാഗറിന് സാധിച്ചതും പിന്നെ ലാലിൻ്റെ ആ അപ്പിയറൻസും. കാരണം താടിയൊക്കെ വെച്ച് ഭയങ്കര സാത്വികനായിട്ടുള്ള ഒരാളല്ല പുള്ളി. ഇതുപോലെ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട്, ദേവദൂതനും അങ്ങനെ തൊട്ടും ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നതാണ്. അതേപോലെ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് താടിയൊക്കെ കളയണ്ടെന്ന് പറഞ്ഞ് നേരെ വന്ന് ഇവിടെ വന്ന് പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യുകയാണ്. ഒരു 1.5 മാസം പുള്ളി ബാംഗ്ലൂരിലൊരു ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കുഞ്ഞിനെ പോലെ പതുപതുത്ത മുഖമൊക്കെ ആയിട്ട്, ഇങ്ങനെ തൊട്ടാൽ പഞ്ഞു പോലത്തുള്ള മുഖമൊക്കെ ആയിരുന്നു. അങ്ങനെ ഭയങ്കര ഒരു സെറീനായിട്ടുള്ളൊരു ലുക്കായിരുന്നു. അതേപോലെ തന്നെ ഇപ്പം ലാലേട്ടൻ തന്നെയായിരുന്നു അപ്പൊ നിരഞ്ജനില് ഒരു എന്താ പറയണ്ടേ, നിങ്ങൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തിരുന്നേ? പലരെയും ചർച്ചയിൽ വന്നു. കാരണം ലാലെന്നുള്ള ചിന്തയിലേക്ക് അങ്ങനെ ആദ്യം പോയില്ല. അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ്, അത് ലൊക്കേഷനിൽ വെച്ച് തന്നെയാണ് ഇങ്ങനെ കഥ എഴുത്ത് നടക്കുന്നത്. അപ്പോൾ എഴുതി ഒരു ഘട്ടം ഷൂട്ടിങ്ങിൻ്റെ ഒക്കെ ഒരു പകുതി ഘട്ടം കഴിഞ്ഞപ്പോഴാണ് രഞ്ജിത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടർ കയറി വരുന്നുണ്ട്, അത് അവസാനം ആരെങ്കിലും ഒരാൾ വേണ്ടി വരും, 2 സീനിലേക്ക് വേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആരാണ് ആദ്യം ഇങ്ങനെ പല പേരുകൾ പറഞ്ഞു. അന്നുണ്ടായത് ബിജു മേനോൻ എന്നൊക്കെ പറഞ്ഞാൽ സുരേഷും ജയറാമും ഉണ്ട്. പിന്നെ പെട്ടെന്ന് നമുക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള ആൾ ബിജു ആണ്. അങ്ങനെ ബിജു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ പറയുന്നത് ഇവർ 2 പേരെക്കാളും ഈ പെൺകുട്ടി ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു ഓഡിയൻസിൻ്റെ മനസ്സിലുള്ള ഇവരുടെയൊക്കെ ഈ ആക്ടേഴ്സിൻ്റെയൊക്കെ ഒരു എന്താണ് കാഴ്ചപ്പാടിന് മുകളിൽ നിൽക്കുന്ന ഒരാളാണല്ലോ. സ്റ്റാർഡത്തിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ പലരെയും ആലോചിച്ചു. അപ്പം കമലഹാസനാണോ രജനീകാന്താണോ എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ പെട്ടെന്നാണ് ആരോ പറഞ്ഞത് ലാലുള്ളല്ലോ, ഇപ്പം
വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനെന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ ലാലില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതിനെക്കുറിച്ച് അപ്പം തന്നെ പിന്നെ ആർക്കും സംശയമില്ല. പിന്നെ ഞാൻ നേരിട്ട് പോയി ലാലിനെ ഞാനും രഞ്ജിത്തും കൂടെ പോയി കണ്ടു. ഞാനപ്പോൾ തന്നെ ഓക്കെ ചെയ്തു. 2 ദിവസത്തെ ഷൂട്ടാണ്. ഒരു ദിവസം ഷൂട്ട് ചെയ്ത് ഇപ്പോൾ സിനിമയിലുള്ളൂ. കുറച്ച് ഒരു ഹാഫ് ഡേ കൂടെ ഷൂട്ട് ചെയ്തിരുന്നു. അത് ഉപയോഗിച്ചിരുന്നു. പിന്നീട് തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ആദ്യത്തെ ഷോ കഴിഞ്ഞ് കട്ട് ചെയ്തതാണ്. നിരഞ്ജന്റെ വേറെ ഒരു സീൻ കൂടെ ഉണ്ടായിരുന്നു. ഒരു സീൻ ചെറിയൊരു സീൻ. അത് ഈ പെൺകുട്ടി ഇവളെ അവിടെ വെച്ച് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇവളത് ഫെയിൻറ്റ് ചെയ്ത് നിർത്തണം ആ സീൻ തീരുന്നത്. അപ്പം ഇവിടെ അത്രമാത്രം അയാളെ സ്നേഹിച്ചിട്ട് പെട്ടെന്ന് പിന്നെ ഇവിടെ ഇത് കൺവിൻസ് ചെയ്യണമല്ലോ ചെയ്ത കാര്യത്തെക്കുറിച്ച്. അപ്പം മുത്തച്ഛനും മുത്തശ്ശിയും കസിൻസും എല്ലാം കൂടി ചേർന്ന് ഇവള് ചെയ്തതിൻ്റെ തെറ്റില്ല, ഇതാണ് ഈ ഡിസിഷൻ ഓക്കെ ആണെന്ന് പറയുന്ന രീതിയിൽ അവളെ കൺവിൻസ് ചെയ്യുന്നു. പക്ഷെ അവൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഓടിപ്പോയി ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിരഞ്ജൻ്റെ ഒരു പ്രസൻസ് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് അയാൾ തൂക്കി കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അയാളുടെ ഒരു പ്രസൻസ് വന്ന് അവളോട് പറയുന്നുണ്ട്, നിൻ്റെ ഈ കരച്ചിൽ എനിക്കൊരിക്കലും അവിടെ സ്വസ്ഥത തരില്ല, ഞാൻ പറഞ്ഞിട്ടല്ലേ നീ ചെയ്തതെന്നൊക്കെ പറയുന്ന രീതിയിൽ അവളെ കൺവിൻസ് ചെയ്യുന്ന സാധനം കൂടെ ചെയ്തിട്ടാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത്. അത് അല്ലെങ്കിൽ ആൾക്കാരെങ്ങനെ അത് ഡൈജസ്റ്റ് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായത്. കാരണം പെട്ടെന്ന് ഇവള് ബോധം കെട്ട് വീണ ആൾ അടുത്ത ഷോട്ട് അത് ഇത്രയും എടുത്തു കളഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചു നിൽക്കുന്ന മഞ്ജുവിലേക്കാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ജെർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. നമ്മുടെ ഈ പറയുന്ന പോലെ ചില കാര്യങ്ങൾ കൺവെൻഷനലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അങ്ങനെ ആ 2 സീനുകളുണ്ടായിരുന്നു. ആ 2 സീനും എടുത്തു. ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചെന്നൈയിലിരിക്കുമ്പം നൂൺ ഷോ കഴിയുമ്പോഴത്തേക്കും സിയാദിനെ വിളിച്ച് പറഞ്ഞിടോ, അവിടെ ഇച്ചിരി ഡിസ്റ്റർബൻസ് ആണ്, ലാല് പോയി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ റെസ്റ്റ്ലെസ് ആണ്, എത്രയും വേഗം തീർക്കാതെ നടക്കുകയുള്ളൂ, മറ്റേ സീനൊന്നും ആൾക്കാർ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ലാലിനി വരത്തില്ല എന്ന് അവർക്ക് ഉറപ്പായല്ലോ. പിന്നെ നമുക്ക് അതിൽ കൂടെ ഞാനൊന്ന് അങ്ങനെ കട്ട് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങളുടെ തിയേറ്ററിൽ ആദ്യം കട്ട് ചെയ്തിട്ട് റെസ്പോൺസ് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ആ പോർഷൻ കട്ട് ചെയ്തിട്ട് അത് ആ ഷോ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, കുഴപ്പമില്ലല്ലോ, ആൾക്കാർ ഹാപ്പിയാണ്. അതെ, ഇപ്പൊ ഞാൻ സാറ് പറയുമ്പോൾ ഞാൻ തന്നെ ചിന്തിക്കണം, അത് കഴിഞ്ഞിട്ട് ചിരിക്കുകയാണല്ലോ, പക്ഷെ നമുക്കതൊന്നും അങ്ങനെ ആൾക്കാർക്ക് അത് പ്രശ്നമില്ല. ലാല് പോയി കഴിയുമ്പോൾ ലാലിനെ പോലെ ഒരു സൂപ്പർ താരം ഇങ്ങനെ വന്ന് നിന്നിട്ട് അയാൾ ഇനി ഒരു രംഗത്തിൽ വേള വരാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ ആൾക്കാർക്ക് പിന്നെ അത്ര എക്സൈറ്റ്മെന്റ് നിൽക്കുമ്പോഴത്തേക്ക് പിന്നെ മറ്റൊന്നും ഒക്കെ പ്രശ്നമല്ല. അപ്പൊ പിന്നെ അന്ന് രാത്രി തന്നെ ഓൾ കേരള കട്ട് ചെയ്തു. അത് ശരി. അതേപോലെ കേരളത്തിൽ എല്ലാവർക്കും അറിയേണ്ട ഒരു ചോദ്യമുണ്ട്, ആ പൂച്ചേനെ ആരയച്ചു? അതിന് സാർ ഉത്തരം പറയണം. അതിൻ്റെ ഉത്തരം പറയാൻ ഒരുപാട് പേര് എന്നെ എവിടെ, പ്രത്യേകിച്ച് ഈ വിമൻസ് കോളേജിലൊക്കെ ചെല്ലുമ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇൻറ്ററാക്ഷനൊക്കെ വെക്കുകയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയാറുള്ളത്, സിനിമയിൽ തന്നെ അതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്, ഷോർട്ട് ലിസ്റ്റിംഗ് നടന്നിട്ടുണ്ട്. കാരണം ശ്രീജയുടെ ചെയ്ത കഥാപാത്രമല്ല, മറ്റേ അപർണ എന്ന് പറയുന്ന ക്യാരക്ടറല്ല. അവർ തമ്മിൽ പറയുന്നത് ഞാനല്ല, അവർ രണ്ടുപേരും മഞ്ജുവിൻ്റെ ചോദ്യം ചെയ്യലിൽ ഇൻവെസ്റ്റിഗേഷനിൽ അവർ രണ്ടുപേരും പറയുന്നത്. അപ്പോൾ ഈ മറ്റവരിൽ രണ്ടുപേരും അവരാണ്, മയൂരിയും ലസികയും ചെയ്ത ക്യാരക്ടേഴ്സിൽ ഒരാളാണ്. അത് ചോദിക്കുമ്പോൾ അവർ പറയത്തില്ല എന്ന് പറയുന്നു, ഞങ്ങൾ പറയില്ല എന്ന് പറഞ്ഞാൽ അവർ ഒരുമിച്ചൊരു കോറസ് പോലെ പറയുന്നുണ്ട് അവിടെ. അപ്പം അതിലൊരാളാണ്. അപ്പം ഇനി അങ്ങനെ ഒരു റിവലേഷൻ ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊരു ഇനിയൊരു സിനിമയിൽ എന്തെങ്കിലും വെളിപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു ചോയ്സേ ഉള്ളൂ, അത് രസികയായിരിക്കും. കാരണം മയൂരി ഇല്ലല്ലോ, മയൂരി വിട്ടുപോയി. അപ്പം അങ്ങനെയായിരിക്കും അവിടെ, അതിലേക്കായിരിക്കും എത്താൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെയൊരു സാധ്യതയില്ലല്ലോ. ഈ വർഷങ്ങൾ കഴിഞ്ഞിപ്പോ ദേവദൂതൻ ട്രെൻഡായി ഹിറ്റാവുന്ന പോലെ തന്നെ ഒരു ഡയലോഗ്, അടിച്ചു കയറി വാ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഭയങ്കര ഹിറ്റാണ്. സാർ ഇപ്പൊ അതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് സാറിന് ഒരു സന്തോഷം? അന്ന് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരു കാലത്ത് ആരെങ്കിലും എടുത്തിട്ട് വയറുതാകുന്ന ചിന്തിക്കുന്നില്ല. ഞാൻ തന്നെ കുറേ ദിവസം എന്തൊക്കെ അടിച്ചു കയറി വന്നൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഞാൻ അപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്ക് റിയാസ് ഖാൻ്റെ ഒരു വീഡിയോ. അപ്പോൾ ആരും റിയാസ് ഖാൻ നിങ്ങൾക്ക് ക്രെഡിറ്റ് പറയുന്നു എന്തൊക്കെ, അപ്പോൾ സിബി സാർ, ഓൾ ക്രെഡിറ്റ് ഗോസ് ടു സിബി സാർ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അത് ഞാൻ ആ വീഡിയോ അയച്ചത്. ഞാൻ വീഡിയോ ഇട്ടപ്പോഴാണ് ഇതാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത്. അതെ, ഇവ ട്രെൻഡാണ് അടിച്ചു കയറി, ഞങ്ങൾ അനങ്ങി കഴിഞ്ഞാൽ അടിച്ചു കയറി എന്ന് പറയുന്നുള്ളതാണ്. ഇവ സാർ ചെയ്ത കുറേ സിനിമകൾ ചെയ്തു. അപ്പൊ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയൊരു മൂവി ഏതായിരിക്കും? സദൈവാണ്. സദൈവാകാൻ കാരണം ഒരുപാടുണ്ട്. അത് MD സാറിൻ്റെ സ്ക്രിപ്റ്റാണ്. പിന്നെ അങ്ങനെ ഒരു ലെജൻഡറി റൈറ്ററുടെ ഒരു സ്ക്രിപ്റ്റിൽ
എന്നെപ്പോലെ വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരാളത് ചെയ്യുമ്പോൾ എന്നെക്കാൾ വളരെ സീനിയർ ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുള്ള തിരക്കഥകളാണ് അദ്ദേഹത്തിൻ്റെ. ഹരിഹരൻ സാറും ഭാരതേട്ടനും ശശി സാറും ഒക്കെ ചെയ്തിട്ട് ഗംഭീരമാക്കിയ സിനിമകൾ ഉണ്ടാക്കിയവരാണ്. അപ്പോൾ അതിൻ്റെ കാലത്ത് വളരെ ജൂനിയർ ആയിട്ടുള്ള എൻ്റെ കയ്യിലേക്ക് ആ സമയത്ത് ആ സ്ക്രിപ്റ്റ് വരുമ്പോൾ എന്നെ സംബന്ധിച്ചോളം വളരെ ചലഞ്ചാണ്, വളരെ ചലഞ്ചിങ് ആണ്, ഭയങ്കര പേടിയോട്ട് കൂടിയാണ് ഞാൻ ആ സിനിമ അപ്രോച്ച് ചെയ്തത്. ഇപ്പോൾ ലോഹിയായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് തർക്കിച്ചൊക്കെ. എം ഡി സാറിൻ്റെ അടുത്ത് ഒന്നുമില്ല, അദ്ദേഹം എഴുതി തരുന്നത് ഇങ്ങനെ കൈനീട്ടി വാങ്ങി അത് സ്വീകരിക്കാമെന്നല്ലാതെ അതിനകത്തൊരു അഭിപ്രായം പോലും പറയാൻ എനിക്ക് ധൈര്യം ഉണ്ടായില്ല. അദ്ദേഹം അതിന് മനസ്സുണ്ടായിരുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഞാനെന്താ പറയുക, അദ്ദേഹത്തിൻ്റെ മുകളിൽ എനിക്കെന്താ പറയാനുള്ളതെന്നുള്ള ഞാനത് അങ്ങനെ വളരെ വളരെ ശ്രദ്ധയോടെ ഭയപ്പാടോടുകൂടി ഷൂട്ട് ചെയ്തതാണ്. അത് നന്നായി എന്ന് പിന്നീട് ആൾക്കാരുടെ റെസ്പോൺസ് കേൾക്കുമ്പോൾ പറയുമ്പോൾ സന്തോഷമുണ്ട്. കാരണം എം ഡി സാറും അതിനെപ്പറ്റി നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തതൊക്കെ ഭയങ്കര ഭാഗ്യം. അതെ, ഞാനും കുറേ ഇന്റർവ്യൂസിലൊക്കെ എം ടി സാർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എഴുതിയതിൽ മുകളിലേക്ക് ഒരു ആക്ടേഴ്സും അഭിനയിച്ചിട്ടില്ല, എനിക്ക് ആകെ തോന്നിയത് സതയം സിനിമയും അതിൽ ലാലിന്റെ പെർഫോമൻസും ആണ് എന്ന് പറയുന്നുണ്ട്. അതിൽ ആ ക്ലൈമാക്സ് ഒക്കെ കാണുമ്പോഴേക്കും നമുക്ക് തന്നെ ലാലേട്ടന്റെ കണ്ണുകളിൽ തന്നെ അയാളുടെ ആ ഒരു നോർമൽ സ്റ്റേജ് മാറി വേറെ ഏതോ ഒരു എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു എക്സെൻട്രിക് ലെവലിലേക്ക് എത്തുന്നുണ്ടോ. അല്ല, അതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഭയമായിരുന്നു. ഞാൻ അതിനകത്ത് കുറച്ച് അധികം കൈ കടത്തിയിട്ടുണ്ട്. കാരണം എഴുതി വെച്ചതിനേക്കാൾ കൂടുതലായിട്ട് ചില കാര്യങ്ങൾ ഞാൻ അതിനകത്ത് എഴുതി വെക്കാത്ത കുറേ കാര്യങ്ങളോടൊക്കെ ചേർത്തിരുന്നു. അതപ്പോൾ വന്ന ഇമ്പ്രവൈസേഷനാണ്. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്കത് കൂടിപ്പോയോ, അത്രയും വേണമായിരുന്നോ, സാറെന്ത് പറയുന്നൊക്കെ പേടിയുണ്ടായിരുന്നു. സാറത് കാണുന്നവരെ വരെ ആ പേടിയില്ലായിരുന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ലെന്ന് ഇങ്ങനെ നോക്കി ചിരിച്ചിട്ട് ഒന്ന് പോയി. അദ്ദേഹം അങ്ങനെ സംസാരിക്കാറില്ലല്ലോ, അപ്പം ആ ചെറിയ എക്സ്പ്രഷനിൽ കൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇപ്പൊ സാർ ഇപ്പം ലാലേട്ടന്റെ കൂടെ സിനിമകൾ കുറെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് നോക്കണം ഇപ്പം ആസിഫ് അലി എന്ന് പറയുന്ന ഒരു ആക്ടർ. അപ്പം ഒരു ആക്ടറിനെ റിപ്പീറ്റ് ചെയ്യാൻ സാറിന് ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവം എന്താ? പ്രധാനമായിട്ടും ഒരാൾ നമ്മളിപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ഒരാളുണ്ടല്ലോ, നമ്മളുമായിട്ട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യാനും ചെയ്യുമ്പോൾ അറിയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട്, പിന്നെ അവർക്ക് നമ്മളോട് ചെയ്യാൻ ഇഷ്ടം തോന്നണമല്ലോ, നമ്മളെ വിശ്വസിക്കാൻ പറ്റണം അവർക്ക്. അങ്ങനെ വിശ്വസിക്കുന്നവരോട് ചെയ്യുമ്പോഴാണ് എനിക്കും അവർക്കും നന്നാവും ചെയ്യാൻ പറ്റുള്ളൂ. ആസിഫിന് തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് അതങ്ങനെ ചെയ്തു. ലാലിനും വിശ്വാസമുള്ള കാലത്തോളം നമ്മൾ നന്നായിട്ട് സിനിമകൾ ചെയ്ത് തന്നെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ പുതിയ തലമുറയിലെ ആൾക്കാർക്കൊക്കെ ആ ഒരു കോൺഫിഡൻസ് എന്നിൽ ഇല്ലാത്തതുകൊണ്ടാവാം അവരങ്ങനത്തെ വരാത്തതോ, അല്ലെങ്കിൽ ഞാൻ അപ്രോച്ച് ചെയ്യാൻ എനിക്കും തോന്നാത്തത് അവർക്ക് എന്നിൽ വിശ്വാസം ഉണ്ടോ എന്നുള്ളത് ഒരു ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ സാർ AD ആയിട്ട് പ്രിയദർശൻ സാറിന്റെ കൂടെയും ഫാസിൽ സാറിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിൽ എന്തെങ്കിലും മെമ്മറീസ് ഷെയർ ചെയ്യോ? ഫാസിലിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് 2 സിനിമകൾ ആണ്, 2.5 സിനിമയാണെന്ന് പറയാം. ഒന്ന് മമ്മട്ടിക്കുട്ടിയമ്മയും അതിന് മുമ്പ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു സിനിമ പകുതി വെച്ച് നിന്നുപോയൊരു സിനിമയുണ്ട്. പിന്നീട് ഞാനില്ലാതെ തന്നെ അത് കംപ്ലീറ്റ് ആക്കി. മറക്കിലൊരിക്കലും എന്ന് പറഞ്ഞ സിനിമ. പ്രിയനുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്തുണ്ടായതാണ്. പ്രിയൻ്റെ ഒരു AD എന്ന നിലയിലുള്ളൊരു ലെവലൊരു ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് അസിസ്റ്റൻസ് ആയിരുന്നു. അപ്പം ആദ്യം ആർക്ക് സിനിമ കിട്ടുമോ അയാളുടെ കൂടെ മറ്റേയാൾ ഉണ്ടാകുന്നൊരു കണ്ടീഷൻ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. അത് പ്രിയൻ്റെ ഒരു കണ്ടീഷനാണ്. അപ്പം പ്രിയനാണ് ആദ്യം സിനിമ വന്നത്. അപ്പോൾ എന്നെ ഒന്ന് വിളിച്ച് നമ്മുടെ പഴയ കണ്ടീഷൻ ഓർമ്മയുണ്ടോ. അങ്ങനെ പോയ 2 സിനിമയുടെ കൂടെ ഞാനും കൂടെ നിന്നതാണ്. ബാക്കി പിന്നെ അവരുമായിട്ടൊക്കെ നമ്മൾ എല്ലാവരും എന്താണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്റ്റോടുകൂടി കാണുന്നവരാണ്. അപ്പോൾ ഫാസിലായാലും ഇന്നലെ ഞാൻ മണിച്ചിത്രത്താഴിൻ്റെ ഒരു പ്രിവ്യൂ കണ്ടു. അപ്പോൾ ഞാൻ അന്ന് ചെയ്ത സിനിമയാണ്. അതിനകത്ത് എനിക്കൊരു ചെറിയ പോർഷൻ ചെയ്യാനുണ്ടായിരുന്നു. കുറച്ച് പോർഷൻ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കാണുന്ന അതൊക്കെ അന്ന് അങ്ങനെയൊക്കെ ഒരു ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ കൂടെ ഭാഗമാകാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തവരെല്ലാം ചേർത്ത് നിർത്തുക എന്നൊക്കെ പറയുന്നത്, അങ്ങനെയൊക്കെ ഒരു കരുതലും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നൊരു റിലേഷൻഷിപ്പാണ് ഇതെല്ലാം. മണിച്ചിത്രത്താഴിൽ ഏത് പോർഷനാണെന്ന് പറയും? ഞാൻ കുറച്ച് ചെയ്തിട്ടുള്ളൂ. കാരണം എനിക്ക് ആ സമയത്ത് ഞാൻ മറ്റേ ചെങ്കോലിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിൻ്റെ സമയത്തായിരുന്നു. അപ്പം
ഏറ്റവും അവസാനമാണ്. അപ്പം ഫാസിൽ നിർബന്ധിച്ചു വരണം. സിദ്ദിഖും ലാലും അതിനകത്ത് കുറച്ച് പോർഷൻ ചെയ്തു, പ്രിയൻ ചെയ്തു. പ്രിയൻ ഫാസിലിനോട് വർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ പോലും പ്രിയൻ ഫാസിലിനെ ഒരു ഗുരുസ്ഥാനത്ത് കാണുന്നുണ്ടെന്നുള്ളത് ഫാസിലിനറിയാം. പിന്നെ ഞാനാണ്. അപ്പം അവർ മറ്റൊരു രണ്ടുപേരും പോയി ചെയ്തു. എനിക്ക് പക്ഷേ ഇതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഉള്ളതുകൊണ്ട് ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ല. ചെല്ലാൻ അവർ ചെന്ന് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് ഞാൻ ചെന്നത്. അപ്പോൾ എനിക്കായിട്ട് കുറച്ച് പോർഷൻസ് അദ്ദേഹം മാറ്റി വെച്ചിരുന്നു. അത് വളരെ കുറച്ചേ ഉള്ളൂ, ഒരു 3 ദിവസമേ ഷൂട്ട് ചെയ്തുള്ളൂ ഞാൻ. ഒന്ന് പഴന്തമിഴ് പാട്ട് എന്ന് പറഞ്ഞ പാട്ടിൻ്റെ കുറച്ച് ഷോർട്സ് മാത്രം. കുറേയൊക്കെ അവർ നേരത്തെ ചെയ്തു വെച്ചു, അവർ എടുക്കാത്ത കുറേ പോർഷൻസ്. പിന്നെ ഈ ശോഭനയുടെ പശ്ചാത്തലം അന്വേഷിച്ച് സൈക്കിളിൽ പോകുന്നൊരു സീനുണ്ട്, മോഹൻലാലും സുധീഷും കൂടെ. അതിൻ്റെ കുറച്ച് പോർഷൻ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ കുറച്ച്. അത് ഒരു കൺവീനിയൻസിനും കൂടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. കാരണം വലിയ പ്രോജക്റ്റാണ്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം ഒരാളെ ഇപ്പോൾ ശോഭനയെ കോൺസെൻട്രേറ്റ് ചെയ്താൽ ലാൽ വെറുതെ ഇരിക്കേണ്ടി വരും. അങ്ങനെ ലാലിനെ കോൺസെൻട്രേറ്റ് ശോഭന, അങ്ങനെ അപ്പോൾ എല്ലാവരെയും എൻഗേജ്ഡ് ആക്കുകയും പെട്ടെന്ന് ഷൂട്ടിങ് തീർക്കുകയും ചെയ്യുക. പിന്നെ ആ സ്ക്രിപ്റ്റിലൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇതിപ്പം അദ്ദേഹത്തിന് വിശ്വാസമുള്ള ആരെങ്കിലും ആണ് ചെയ്താലും അത് നന്നാവും എന്നറിയണം. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു രീതി അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങളിൽ ആ വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതെ. ഇപ്പോ എല്ലാരും ചോദിക്കുന്ന ചോദ്യമായിരിക്കും. എന്നാലും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ ഓഡിഷന് സാറ് കുറഞ്ഞ മാർക്ക് കൊടുത്തു എന്നുള്ളൊരു സംഭവം എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ എപ്പോഴെങ്കിലും ലാലേട്ടൻ അത് പറഞ്ഞ് കുത്തിയിട്ടുണ്ടല്ലോ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുത്തും. എവിടെയൊക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് 2 മാർക്ക് കൊടുത്തയാളായിരിക്കുന്നത്. അപ്പം എനിക്കും മറുപടി ഉണ്ടല്ലോ കൊടുക്കാൻ. അതെ, നാഷണൽ അവാർഡ് 2 നാഷണൽ അവാർഡ് കൊടുത്തേക്കുന്നു. 2 മാർക്ക് 2 നാഷണൽ അവാർഡ് കിട്ടിയെന്ന്. അപ്പൊ താങ്ക് യു സോ മച്ച് സർ ഫോർ ജോയിനിങ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടംപോലെ ഇനിയും ചോദിക്കാനുണ്ട്. അപ്പം എന്നാലും അടുത്ത ഒരു പാർട്ട് 2 ഇന്റർവ്യൂവിന് നമുക്ക് എന്തായാലും ഇരിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്.